പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോണി മത്തായി ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടത് പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നാം എല്ലാവരും ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോണി മത്തായി തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദേവാസനെ. കർത്താവിന്റെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോണി മത്തായി. ഇടുക്കി രാജകുമാരി എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു. കർത്താവിൻ്റെ വേല ഇവിടെ ചെയ്യുന്നു. ഈ ഭാര്യയും 2 മക്കളും ഉണ്ട്. ഭാര്യയുടെ പേര് മോളി, മോൻ്റെ പേര് ജോനാഥാൻ. മൂത്തത് മോളാണ് ജെയ്മി. ജെയ്മിയുടെ വിവാഹം കഴിഞ്ഞു ബാംഗ്ലൂർ നഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മരുമകൻ പാലക്കാട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് മക്കളായിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായിട്ടുണ്ട്. മോൻ നേവിയിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പം അദ്ദേഹം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. 4 മാസം കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുന്നു. ആകട്ടെ, കർത്താവദാസിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് കർത്താവിന്റെ ദാസിനെ ക്ഷണിച്ചുകൊള്ളും. ആരോമ പ്രേക്ഷകർ, TV പ്രേക്ഷകർക്ക് എൻ്റെ പ്രത്യേകമായ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ പ്രൊഡ്യൂസർ, ഡയറക്ടേഴ്സിന് പ്രത്യേകമായി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട അവസരങ്ങളെ ഒരുക്കി തന്ന അരോമ TV പ്രൊഡ്യൂസറോട്, അതിൻ്റെ ഡയറക്ടേഴ്സിനോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. സാക്ഷ്യപരത്തിലേക്ക് കടക്കാറുണ്ട്. ഞാൻ എൻ്റെ പിതാവ് പാലാ മീനിച്ച് താലൂക്കിൽ 1952 ഇടുക്കിയെ പ്രദേശമായ രാജകുമാരിയിൽ കുടിയേറി പാർത്തതാണ്. അങ്ങനെ ഇവിടെ അനേക സ്ഥലങ്ങളൊക്കെ അന്ന് ആനയും കുതിരയൊക്കെ ഉള്ള സമയങ്ങളായിരുന്നു. മനുഷ്യവാസങ്ങൾ കുറവുള്ള സ്ഥലം. അത് ഇവിടെ വന്ന് സ്ഥലം വെട്ടിപ്പിടിച്ച് അനേക സ്ഥലങ്ങൾ വളഞ്ഞെടുത്തു. അങ്ങനെ ഇവിടെ താമസമായി. എൻ്റെ പിതാവ് 3 വിവാഹം കഴിച്ചിരുന്നു. 2ാമത്തെ വിവാഹത്തിലുള്ള മകനാണ് ഞാൻ. മൂത്ത ജ്യേഷ്ഠന്മാരൊക്കെ എനിക്കുണ്ട്, ആദ്യത്തെ കുടിയിലുള്ള. അപ്പോൾ കത്തോലിക്ക ചർച്ച് ബാക്ക്ഗ്രൗണ്ടാണ്. കത്തോലിക്ക സഭയായിട്ടായിരുന്നു എൻ്റെ പിതാക്കന്മാരെല്ലാവരും നിലനിന്നത്. എൻ്റെ അമ്മയുടെ പേര് ത്രേസ്യ. പാലാട് പ്രദേശത്ത് മറ്റക്കരയ്ക്കടുത്താണ് താമസിക്കുന്നത്. ഇവിടെ ഒരു താമസങ്ങൾ തുടങ്ങി. അധികം മനുഷ്യസഞ്ചാരമൊന്നുള്ള സ്ഥലമല്ല. ശേഷമാണ് പിന്നെ ഇവിടെ ആളുകളൊക്കെ താമസം തുടങ്ങി. പിതാവ് വളരെ മദ്യപാനിയൊക്കെയാണ്. സ്വന്തമായിട്ട് ചാരായൊക്കെ വാറ്റി ഉണ്ടാക്കി കുടിക്കുകയും കൂട്ടുകാരൊത്ത് വാസം ചെയ്യുന്ന ഒരനുഭവ പശ്ചാത്തലമായിരുന്നു വീടിൻ്റെ സാഹചര്യങ്ങളെല്ലാം. അന്നത്തെ കാലാവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു എന്ന് വിചാരിക്കാം. എന്നിരുന്നാലും എനിക്കൊരു 6 മാസം പ്രായമുള്ളപ്പോൾ, എൻ്റെ കേട്ടുകേഴ്വിയാണ്, എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്കൊരു മകനുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ ആ മകനോടൊപ്പമാണ് ഇവിടെ വരുന്നത്. എനിക്ക് 6 മാസം തന്നെ. എനിക്ക് മൂത്തത് വേറൊരു ജ്യേഷ്ഠനുണ്ടാണ്. അദ്ദേഹം വെള്ളത്തിൽ വീണ് മരിച്ചു. പിന്നെ ശേഷിക്കുന്ന ഞാനാണ്. അപ്പോൾ എനിക്ക് 6 മാസം പ്രായമുള്ള അമ്മയ്ക്ക് ഒരു അസുഖം വന്നു. ആശുപത്രി സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. കോട്ടയം മെഡിക്കൽ കോളേജാണ് ഇവിടെ ആശ്രയിക്കുന്നത്. പെട്ടെന്ന് അവിടെ എത്തിക്കണമെങ്കിൽ വാഹനമില്ല. ഇവിടെ നാട്ടു ചികിത്സയിൽ അഡ്മിറ്റ് ചെയ്തു. രാത്രി ഒരു 2 മണിയാകുമ്പോഴത്തേക്കും അമ്മ മരിച്ചന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വന്ന് രാത്രി എല്ലാവരും അവിടെ ഉണ്ട്. പിറ്റേ ദിവസവും ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞാണ് അമ്മ അടക്കം ചെയ്യുന്നത്. സ്വന്തക്കാരെല്ലാം പറഞ്ഞ് നടന്നു പോയി, വണ്ടിയുള്ളിടത്ത് ഇരുട്ടുകാരെന്ന സ്ഥലം വരെ നടന്നു ചെന്നിട്ട് അവിടുന്ന് ബസ് കിട്ടിയിട്ട് വേണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടാൻ. അപ്പൊ അങ്ങനെ പോയി ആളുകളെല്ലാം അറിയിച്ചിട്ട് വരാനുള്ള താമസമാണ് ഇവിടെ ബോഡി മറവ് ചെയ്യാൻ താമസിക്കുന്നത്. അപ്പം അമ്മ മരിച്ച കട്ടിലിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. ഞാൻ പാല് കുടിക്കുന്ന സമയമാണ്. പാല് കുടിക്കാൻ വേണ്ടി വളരെ നിലവിളി. അപ്പൊ എൻ്റെ അയൽവാസികളും എൻ്റെ അമ്മയുടെ അനിയത്തിയും അവരൊക്കെ പറഞ്ഞുള്ളത് അറിവാണ്.
പാല് കുടിക്കാൻ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ അവരിങ്ങനെ ഇരുത്തി കഴിഞ്ഞപ്പോൾ പാല് കുടിക്കാൻ വേണ്ടി ഈ ബോഡിയിൽ കയറി വളരെ നിലവിളിച്ചപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ട് അയൽവാസിയായിരിക്കുന്ന ഒരു അമ്മച്ചിയാണ് എനിക്ക് മുലപ്പാൽ തന്നത്. അങ്ങനെ ആണ് എൻ്റെ ആരംഭം. അന്ന് അടക്കം ചെയ്ത രാത്രിയിൽ എല്ലാ ബന്ധുമിത്രാദികളും സ്വന്തക്കാരെല്ലാവരും വീട്ടിലുണ്ട്. അപ്പൊ എൻ്റെ പിതാവ് എന്നെ എടുത്തിങ്ങനെ തീക്കരില്ല, അപ്പൊ തണുപ്പുള്ളത് കൊണ്ട് തീരെ അരിയിലിങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും ഒരു 1.5 വയസ്സ് വരെ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിയാൽ 6 സെന്റ് നിലം ഞാൻ അവരുടെ പേരിൽ എഴുതി വെക്കാൻ തരാം, പിന്നെ മറ്റു ചെലവുകൾ തരാം. അപ്പൊ ആര് തയ്യാറായാലും എനിക്കിപ്പോൾ ഈ കുഞ്ഞിനെ ഒന്ന് വളർത്തി ഈ നാട്ടില് ഈ കൃഷിവേല ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 1.5 വയസ്സ് വരെ ആരെങ്കിലും നോക്കണമെന്നുള്ളൂ. പക്ഷെ ആരും അതിന് തയ്യാറായില്ല. വേറെ പ്രാവശ്യം ചോദിച്ചിട്ടും ആരും ഞങ്ങളൊന്ന് നോക്കിക്കോളാമെന്ന് ആരും പറഞ്ഞു. അവസാനം എൻ്റെ അമ്മയുടെ അനിയത്തി പറഞ്ഞു, ഞങ്ങളുടെ ജ്യേഷ്ഠത്തിയുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞിനെ നിങ്ങൾ വില പേശുന്നത് ശരിയല്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി എന്നെ സ്വീകരിച്ച് എന്നെ സ്വന്തം അമ്മയുടെ നാടായിരിക്കുന്ന പാലായിലേക്ക് അവിടെ പോയി അവിടെ താമസിച്ചു. അവിടെയാണ് എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. 1.5 വയസ്സ് തികയുന്നതിന് മുമ്പേ ചാച്ചനും അമ്മ വീട്ടുകാരായിട്ട് വളരെ പിണക്കത്തിലായി. കൊടുപ്പി വാങ്ങൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിക്കുന്നു, ഒരു പിണക്കത്തിലായി. അങ്ങനെ വീണ്ടും എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ്. വീണ്ടും എന്നെ കൊണ്ടുവന്ന് ഇവിടെ രാജകുമാരി കൊണ്ടുവന്ന് വീടിന്റെ തിണ്ണയിൽ മുള കൊണ്ട് ഒരു കൂട് കെട്ടി. തിണ്ണയില് കൂട് കെട്ടിയിട്ട് കൂടിനകത്ത് തന്നെ ആക്കും. കൂടിനകത്ത് ആക്കിയിട്ട് പിതാവ് കഴിക്കുന്ന ചാരായ ക്ലാസ്സിനകത്ത് വിരളും മുക്കി എൻ്റെ നാവുന്നത്. ഭക്ഷണമെല്ലാം തന്ന് ഇതും തന്നു കഴിയുമ്പോൾ ഞാൻ അല്പം പൂസായിട്ട് അവിടെ കിടന്നു. ഈ സമയം കൊണ്ട് രാജകുമാരിന്ന് 8 കിലോമീറ്റർ വലിയ കാണുന്നു രാജാക്കാട്. അവിടെ വരെ കാർ പോയി സാധനങ്ങൾ വാങ്ങിച്ചു മടങ്ങി വരുന്നവരെ ഞാൻ ആ കൂടിനകത്ത്. ആരും എന്നെ എടുക്കുവാനോ എന്നെ സ്വീകരിക്കാനോ അന്ന് കാരണവർ അനുവദിച്ചില്ല. കാരണം അന്നത്തെ ദിവസത്തെ ചോദിച്ചിട്ട് ആരും തയ്യാറായില്ല. അപ്പൊ ആ നിലയിലായിരുന്നു എൻ്റെ വളർച്ച. ചെറുപ്രായത്തിൽ പാല് കുടിക്കുന്നതിൽ ഇപ്പൊ മദ്യം കുടിച്ച് വളർന്നു എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെയാണ് തുടക്കം മുതൽ അങ്ങനെയായിപ്പോയി. അപ്പനിങ്ങനെ അന്നിവിടെ ചാരായ ഷാപ്പുകളൊന്നും ഇല്ലല്ലോ, സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ വാറ്റുചാര ഇങ്ങനെ കാപ്പിട്ട് കുപ്പിക്കകത്ത് കുടിക്കും, അത് ഊറ്റി കുടിക്കും, പിന്നെ പറമ്പിൽ പണി ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ വളർച്ച. ഞാന് 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് മറ്റൊരു വിവാഹത്തിന് വേണ്ടി ആലോചിച്ചു. ഒരു ദിവസം എൻ്റെ ചാച്ചൻ്റെ പെങ്ങളൊക്കെ അവിടെ താമസിക്കും. ചാച്ചൻ്റെ പെങ്ങളുടെ പിള്ളേരോടും പെങ്ങളോടും പറഞ്ഞു വീട്ടിലൊന്ന് താമസിക്കണം. അവർ വീട്ടിൽ വന്നപ്പം എൻ്റെയൊക്കെ പറഞ്ഞു, ഞാൻ ഇവൻ്റെ അമ്മയെ കൊണ്ടുവരാൻ പോവില്ല. അപ്പൊ അമ്മയെ കൊണ്ടുവരാൻ പോകും, നിങ്ങൾ എന്ത് ചെയ്യണം, 2 ദിവസം ഈ ഇവനെ നോക്കി വീട്ടിലിരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ എന്നെ അവരുടെ അടുത്ത് ആക്കിയിട്ട് അപ്പം പോയി. ഒരു 3ാമത്തെ ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഇങ്ങനെ അത്താഴമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചിന്റെ നിലവിളി കേട്ടു. കൊച്ചിങ്ങനെ കരയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് അവരിന്ന് വാതിൽ തുറന്നപ്പം അപ്പനൊരു 3 മാസം പ്രായമുള്ള ഒരു കൊച്ചിനെയും കൊണ്ടാ കയറി വരുന്നത്, പെൺകൊച്ചിനെ. ചേട്ടാ പുറകെ നമ്മളെ കാത്തിരുന്ന അമ്മയും പുറകിലുണ്ട്, വേറെ ഒരു 4 പേരും അവരുടെ കൂടെ. അപ്പം കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കുഞ്ഞിനെ എടുത്തു. നമുക്ക് സന്തോഷമായി, പെങ്കൊച്ചാണ്. അപ്പൊ അമ്മായിയൊക്കെ നമ്മുടെ ചാച്ചൻ്റെ പെങ്ങളൊക്കെ പറഞ്ഞില്ല, നമുക്കൊരു പെങ്ങളും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സന്തോഷം. ആ ദിവസങ്ങളെല്ലാം വലിയ സന്തോഷമായി. സ്കൂളിലൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ പോകാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങളും മാസങ്ങളും അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോ ഇപ്പം ഈ താമസിക്കുന്ന വീട് കഴിഞ്ഞ് ഒരു 6 കിലോമീറ്റർ അപ്പുറം ഒരു 8 ഏക്കർ സ്ഥലം ഉണ്ടാവും. ഇവിടെ മുഴുവൻ തെരുവുമല, സാറിനറിയാലോ തെരുവുമല എന്നോ, പുൽത്തൈലം ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ പണിക്കാരെയും കൂട്ടി കാരണവർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 8ഉം 10ഉം ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് വരും അതിന് പണിയായി. അപ്പൊ ഇളയമത്തമ്മയുടെ കൂടെയാണ് എന്നെ ആക്കിയിട്ട് പോകുന്നത്. സ്കൂളിലോട്ട് പോകാൻ വേണ്ടി അവിടെ ആക്കിയിട്ട് പോകും. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഇവരെന്നാ ഇതെന്ന് അറിയാമോ, ഇവർക്ക് ഇവരുടെ കുഞ്ഞിനോടാ താല്പര്യം. ഇവരുടെ കുഞ്ഞിന് നല്ല വസ്ത്രവും ഭക്ഷണവും കുറുമ്പുലും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ മൊത്തം ഒരു ഉടുപ്പൊരു നിൽക്കും മാത്രമേ ഉള്ളൂ. സ്കൂളിൽ പോകാനും വീട്ടിലിടാനല്ല അതേ ഉള്ളൂ. അത് നനച്ച് രാവിലെ അടുപ്പിന്റെ മുകളിൽ ചൂട് പിടിച്ചിട്ടിട്ട് വേണം അടുത്ത സ്കൂളിലോട്ട് പോകാൻ.
അപ്പം ഓരോ ദിവസം അനുസരിച്ചിട്ട് നമ്മൾ കാത്തിരുന്ന അമ്മയിൽ നിന്ന് നമുക്ക് ഒരു സ്നേഹവാക്കുകൾ കിട്ടുന്നു. അവിടെ കുഞ്ഞിനെ എല്ലാം നമ്മൾ നോക്കുകയും ചെയ്യണം. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 15 ദിവസം കഴിയുമ്പോൾ അപ്പം വന്നിട്ട് പറഞ്ഞു, നീ കുറച്ച് നാളത് സ്കൂളിൽ പോകണ്ട, ഈ കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കും. ശരിയാ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ബുദ്ധിമുട്ടായി. എന്തായിരുന്നാലും അപ്പം പറഞ്ഞ് കേൾക്കാതിരിക്കാൻ പറ്റും. 2ാം സ്റ്റാൻഡേർഡിലെ ക്ലാസ് മുടക്കി ഞാൻ വീട്ടിൽ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ നോക്കിയിരുന്നു. കുഞ്ഞ് കരഞ്ഞത് പരമാർത്ഥമാണെങ്കിൽ അന്ന് നമുക്ക് അടി ഉറപ്പാ. കുഞ്ഞു വെച്ചല്ലേ, അത് ചിലപ്പോൾ കരയും പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് അവരുടെ കാരണം നമ്മൾ കൊച്ചിനെ ഉപദ്രവിക്കുന്നതാണ് ജയിക്കാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കുഞ്ഞുമായിട്ട് കിടക്കുകയാണെങ്കിൽ വരുന്ന വഴി നമ്മുടെ ദേഹത്ത് അവർ ചവിട്ടും. അപ്പൊ അത്ര ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവരിൽ നിന്ന് നമ്മളിങ്ങനെ നേരിടാൻ തുടങ്ങി. നമ്മള് അപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനത് അതൊന്നും സാരമില്ലട, അതൊക്കെ ഇങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കും. അങ്ങനെ വളർന്ന് ഓരോ ദിവസം അങ്ങനെ വളർന്ന് മുന്നോട്ട് പോയി. ഞാൻ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അപ്പൻ സുഖമില്ലാതെയായി മാറി. അപ്പം മരിക്കാതെയായി. പെട്ടെന്ന് അപ്പൻ മരിക്കുകയാണ്. അപ്പം മരിക്കുമ്പോൾ ഈ ഇളയമത്തമ്മയായിട്ട് ഉറക്കുണ്ടാക്കിയിട്ട് ഞാൻ ആദ്യത്തെ കുടിയിലെ മൂന്നാമത്തെ ചേട്ടന്റെ വീട്ടിലാണ് ഞാൻ താമസം. പിണങ്ങി പോയ അച്ഛമ്മയോട്ട് ഭയങ്കര പ്രശ്നങ്ങളായ ഇളവായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ചേട്ടൻ പറഞ്ഞാൽ നീ ഇവിടെ വന്ന് നിന്നോളാൻ പറഞ്ഞ് എന്താ പറയുക, ഞാൻ പഠിത്തം മുടക്കേണ്ട അവസ്ഥ വന്നു. 8ാം സ്റ്റാൻഡേർഡിൽ പഠിത്തം മുടക്കി അവിടെ നിന്നിട്ട് അടുത്തൊരു വീട്ടില് ഈ ഏലക്ക ഉണങ്ങുന്ന സ്റ്റോറിൽ ഞാൻ ജോലിക്ക് നിന്ന് ഈ ചേട്ടന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അങ്ങനെ നിന്നപ്പോഴാണ് ചാച്ചന് സുഖമില്ലാതെയായി. ചാച്ചന് സുഖമില്ലാതെയായപ്പം അവര് ആരും നമ്മളെ അറിയിച്ചില്ല. ഈ ചേട്ടന്റെ വീട്ടിലോട്ട് മാറാനുള്ള കാരണം വേറെയുണ്ട്. ഈ ഇളമയായിട്ടുള്ള പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു ചേട്ടനാണ് മൂന്നാമത്തെ ചേട്ടന്റെ ഭാര്യ. എന്നെ വളരെ ഉപദ്രവിക്കുന്നത് ഇവര് കണ്ടതിന് വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അപ്പന് ഈ നാട്ടില് അർത്തങ്കപ്പള്ളിയിലും മരിയോത്രപ്പള്ളിയിലും എടങ്ങൂർ അമ്പലത്തിലൊക്കെ ഏറ്റുമാന അമ്പലത്തിലൊക്കെ സ്ഥിരം പോകുന്നതാണ്. അപ്പോൾ അർത്തങ്കപ്പള്ളിയിൽ ഇങ്ങനെ പോകാൻ പെരുന്നാൾ അടുത്തിരിക്കുന്ന സമയത്ത് ഈ ആളുകൾ, അയൽവക്കത്ത് അറിയാവുന്ന ആളുകളെല്ലാം കുറച്ച് വഴിപാട് കൊണ്ടുവന്ന് സാറുമാരെ ഏൽപ്പിക്കും. ഇത് പോകുമ്പോൾ എന്ത് ചെയ്തു, പള്ളിയിൽ അർപ്പിക്കാൻ പോകും. അപ്പോൾ ഒരു ദിവസം കണ്ടതിലെ പണികളെല്ലാം കഴിഞ്ഞ് എൻ്റെ മൂന്നാമത്തെ ചേട്ടൻ കുരുക്കളെല്ലാം കൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി ആറ്റിലേക്ക് പോയ സമയം പിറ്റേ ദിവസം കൊണ്ട് കാരണവർക്ക് പള്ളിയിൽ പോകാം. നേർച്ച എഴുതാൻ കൊണ്ടെത്തുന്നതൊക്കെ എവിടെ ഇനി എടുക്കാൻ പറഞ്ഞു ഇളയമ്മ. എന്നാന്നറിയുമോ, ഈ പൈസ എടുത്ത് വൈകി മാറ്റി. അപ്പൊ ഈ പഴയ വീടിന്റെ കട്ടളയുടെ മേളിലൊക്കെയാ പൈസ കൊണ്ട് നീ വെക്കുന്നത്. അതുകൊണ്ട് പൈസ കണ്ടില്ല എന്ന് പറഞ്ഞ് പൈസ ആരെടുത്ത് പറഞ്ഞ് ഭയങ്കര ബഹളം. അന്ന് എന്നെ പിടിച്ച് ഊടുപാടടിച്ചു. ഇളവ പറഞ്ഞു ഇതൊന്നും മുഴുവനും അവനെടുത്ത് മാറ്റി സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ എവിടെയും കഴിക്കാൻ വേണ്ടി മാറ്റിയതാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനെന്നാന്നറിയോ, ഒരു കാര്യം ചെയ്യും, കപ്പ അരിയുന്ന കത്തി അടുപ്പിലേക്ക് വെക്കാൻ പറഞ്ഞു. കൊച്ചമ്മതള്ള ഒട്ടും പഠിച്ചില്ല, കത്തി കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ കരച്ചിലും കാർച്ചിലും കേട്ടപ്പോൾ എൻ്റെ മൂന്നാമത്തെ ചേച്ചി ഓടി വന്നപ്പോൾ സംഭവം ഇതാ. ചേച്ചി അവിടെ നിന്ന് ഓടി കന്നാലി കുളിപ്പിക്കുന്ന ചേട്ടൻ്റെ അടുത്തേക്ക് ഓടി. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ കൊച്ചിനെ അവർ തന്നെ കൊല്ലും, കത്തി അടുപ്പിലിട്ടേക്കാന്ന്. ചേട്ടനാളെ കന്നാലി ഇട്ടിട്ട് ഓടി വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ മരത്തിന്റെ പുറകോട്ട് 2 കൈയും മരത്തിന്റെ പുറകോട്ടിട്ട് കെട്ടിയിട്ടേക്കുക. എന്നിട്ട് തുടക്കി ഇത് വെക്കാനുള്ള പരിപാടിയിലാണ്. പൈസ എടുത്തതാരെന്ന് അറിയണ്ടേ. ചേട്ടൻ ഓടി വന്ന് കയറ് കണ്ടിച്ച് കളഞ്ഞ് എന്നെ അവിടെ ഊരി എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഈ പൈസ അവിടെ കട്ടല മുകളിൽ, കട്ടലയുടെ പൊടിയിൽ ഇവന്റെ കൈ എത്തിയില്ല. ഇവന്റെ കൈ കട്ടല മുകളിൽ എത്തും. പിന്നെ ആരാ ഈ കൊച്ചമത്തുള്ള ഈ കട്ടലയുടെ ഈ സൈഡിൽ നിന്ന് മാറുന്നില്ല, അകത്തേക്ക് പോലും കയറാൻ നിൽക്കുക. അപ്പൊ അവരെന്ത് ചെയ്യാം, അവര് പൈസ അവിടെ തന്നെ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് കയറ്റാനും തപ്പാനും ഒരു സമ്മതിക്കുന്നില്ല. കാര്യങ്ങൾ ചേട്ടന് മനസ്സിലായി. അപ്പൊ ചേട്ടൻ അങ്ങനെയാണ് എന്നെ എന്ത് ചെയ്തത്, ചേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനി ഇവിടെ നിന്ന് ഞാൻ കൊച്ചിനെ കൊന്നു കളഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചേട്ടന്റെ വീട്ടിൽ താമസം. എന്നാലും അപ്പുറം സുഖമില്ലാതെ ഇപ്പൊ ആരും എന്നെ ഇത് അറിയിച്ചില്ല. വേറൊന്ന്, കൂടുതൽ ചേട്ടന്മാർക്ക് പോലും പിന്നെ അങ്ങോട്ട് പോകാത്തൊരവസ്ഥ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ വാർത്ത കേട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവര് കൊണ്ടുവന്ന് ഈ കൊച്ചമ്മതള്ളേക്ക് എന്ന് പറയുമ്പോൾ അപ്പൻ 54 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ 21 വയസ്സുള്ളൂ. അപ്പൊ അവര് വളരെ ആരോഗ്യവതിയായ സ്ത്രീയാണ്.
അപ്പം ഈ ഗവർണറുടെ വീട് പറയുമ്പോൾ ഈ മദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റു അയൽക്കാരെ എല്ലാം വിളിച്ച് സൽക്കരിക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ സർക്കാരിനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. കാരണം ഹൈറേഞ്ചല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പലരുമായിട്ട് കൊച്ചമ്മയായിട്ട് ഒരു അടുപ്പം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അടുപ്പങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം കാണുകയും അറിയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പലപ്പോഴും അവരുടെ കാതിലത് പറയുകയൊക്കെ ഉണ്ടായി മോശമായി. കാരണം അപ്പം 15 ദിവസം കഴിയുമ്പോഴേ വീട്ടിൽ ഒരു വെളുത്തൽ തരുമ്പോൾ ഇതൊക്കെ ഞാൻ പറയാം, ഇതൊക്കെ അവരുടെ മനസ്സിലിരിപ്പുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് മറ്റുള്ളവരൊക്കെ അറിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അറിയാമോ, ഈ ജ്യേഷ്ഠൻ ഇങ്ങനെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഇപ്പൊ മൂന്നാമത്തെ ജ്യേഷ്ഠൻ പുള്ളി മദ്യപാനിയാണ്. പുള്ളിക്കാരനും ഈ വിവരം അറിഞ്ഞപ്പോ പുള്ളിക്കാരൻ വന്നിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കി. ബഹളം ഉണ്ടാക്കി എന്നാന്ന് അറിയാമോ, ചേട്ടനൊരു അടി വെച്ചു കൊടുത്തു ഇളമയ്ക്ക്. അത് നേരെ ഇളമ കയറി തടുത്തതാ, കയ്യുടെ ഇവിടെ വെച്ച് അസ്ഥിയം കിട്ടി. അസ്ഥിയങ്ങ് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവരുടെ ആളുകളൊക്കെ അങ്ങ് കൂടി. ഇവരായിട്ട് ശൃംഖരിക്കുന്ന ആളുകളെല്ലാം കൂടെ വന്നു കൂടി കേട്ടോ. അപ്പനച്ഛനോ മദ്യപാനം, അപ്പനും പൂസാണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ കേസ് കൊടുക്കും. ഇവരെല്ലാവരും കൂടി ഇറക്കിക്കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കും. കേസ് അപ്പൻ മാസത്തിൽ പറഞ്ഞ പൂസായിട്ട് കറക്റ്റ്, അല്ലെങ്കിൽ അപ്പം കേസ് കൊടുക്കാൻ പോകുന്ന ആളല്ല. പിന്നെ ഇവരെല്ലാം കൂടെ ഇറക്കിയതായിട്ട് ഇപ്പൊ കൊണ്ട് കേസ് കൊടുത്ത് കേസ് വന്നത് എങ്ങനെയാണോ, ഇളയമ്മനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസറിയാം അവന്മാർ കൊണ്ടെത്തിച്ചു. ആ ഒരവസ്ഥ. അങ്ങനെ വന്നപ്പോ ഞങ്ങളുടെ എൻ്റെ മൂത്ത ചേട്ടന്മാരും ഞാനും അതിനകത്ത് എന്നെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. എനിക്ക് അത്രയും പ്രായമില്ല എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ട് വീടിൽ നിന്ന് 500 മീറ്റർ അകലമുണ്ട് ഈ ടൗൺ. ഈ ടൗൺ വിട്ട് വീടിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ ആർക്കും ചെല്ലാൻ പാടില്ല. അവിടെ എവിടെയും വെച്ച് കണ്ടാൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇത് കൊണ്ടുപോകും. ഒന്നാമത്തെ പറയുന്ന നിയമം എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് വാച്യാരത്തിന് പറയുന്ന നിയമമൊക്കെ അന്നുള്ളൂ. ഏത് പോലീസും കൈമറിയും. അതാണ് അന്നത്തെ നിയമം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഭയപ്പാട് ബുദ്ധിമുട്ടായി. ഇവര് പോലീസ് ഇങ്ങനെ അന്വേഷണം എടുക്കുക ഞങ്ങളെയൊക്കെ പിടിക്കാൻ. എന്നെ ഇവിടുന്ന് മൂത്ത ചേട്ടന്മാരെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കരിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് ഒഴിവ് താമസം. അറിയാവുന്നൊരു വീട് എന്നെ അവിടെ കൊണ്ട് താമസിക്കും. എന്റെ ജ്യേഷ്ഠന്മാരെല്ലാം മാറി പോലീസിന്റെ ചെറിയ എന്താ പറയണേ, ഒരാളെ പീഡിപ്പിക്കുന്നു പറഞ്ഞ കേസല്ലേ. പീഡനം എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴാണ്. അന്ന് പീഡനം എന്നല്ല പറയുന്നത്, ഇന്നാ പീഡനം എന്നൊക്കെ പറഞ്ഞു. എന്നാണെങ്കിൽ 17 ദിവസം ഞാനൊരു മലയുടെ അടിവാരത്ത് താമസം. അത്രമാത്രം മോശമായ രീതിയിൽ കൂടെയുള്ള ജീവിതം പോക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ചുരുക്കി പറഞ്ഞാൽ ഈ 8ാം ക്ലാസ് കഴിഞ്ഞ് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ പെട്ടെന്ന് എൻ്റെ അപ്പന് പെട്ടെന്ന് വൈറ്റേന വന്നു. രാത്രി വൈറ്റേന കൂടി. അയൽവാസികളുടെ ഒക്കെ പറഞ്ഞു, പോയി ഒരു കാര്യം ചെയ്യാൻ എൻ്റെ അപ്പയെന്ന് പറഞ്ഞ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പച്ചൻ മൂന്നാമത്തെ അവിടെ ഞാൻ താമസിക്കുന്നത്. അവിടെ ചെന്ന് അവരെ അടുത്തുള്ളൂ, അവിടെ ചെന്ന് പറ എനിക്കിന്നൊരു സുഖമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് പോകണം എന്നൊന്ന് പറയാൻ ഇളയമോട് പറഞ്ഞിട്ട് ഇളയമ ഇത് അയൽക്കാരൻ ആരോടും പറഞ്ഞില്ല എന്ന് പറയാൻ. ഒന്നും മിണ്ടിയില്ല. അന്ന് രാത്രി മുഴുവനും അപ്പൻ ഭാരപ്പെട്ട് കുറെ അസുഖവേദന കിടന്ന പറയാം. പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിൽ പോയി. നമ്മള് ജീപ്പ് മാത്രമേ വേറെ വണ്ടികളൊന്നുമില്ല. അതിന്റെ ജീപ്പിനെ ആശ്രയിച്ചു ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ വണ്ടി പോകുമ്പോ ചാച്ചന്റെ പെങ്ങള് വഴിയിരുന്ന് ജോലി ചെയ്യുന്നില്ല. അപ്പൊ വണ്ടി പോയപ്പോൾ ആരാ കൊണ്ടുപോകണം, അപ്പൊ ഇന്ന ആളാ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോകുന്നു. അപ്പോഴത്തേക്കും ചാച്ചന്റെ പെങ്ങള് പെട്ടെന്ന് വീട്ടിലോട്ട് വന്നിട്ട് എന്നെ അറിയിക്കാൻ ചാച്ചന്റെ പെങ്ങളുടെ മകനോട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പറയാം. എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞാൻ എന്നാലും ഇവിടെ ഞാൻ പറഞ്ഞില്ല സ്റ്റോറിൽ ഇങ്ങനെ വളർന്നിരിക്കും. അപ്പൊ എടാ ഇന്നലെ ചാച്ചന് സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോകണോ ജീപ്പിനകത്ത് കൊണ്ടുപോയി അമ്മ കണ്ടു. അതുകൊണ്ട് നീ നമ്മൾക്ക് പെട്ടെന്ന് പോകാനുള്ള നോക്കാൻ. ആ ശരി. ഞാൻ അവിടുന്ന് പണി നിർത്തി പെട്ടെന്ന് വന്ന് ചേച്ചിയെടുത്ത് തുണിയെടുത്ത് ഞാൻ ഇറങ്ങാൻ വീണ്ടും പുള്ളിക്കാരൻ വന്നു. വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. സംഗതി ആള് മരിച്ചെന്നാ തോന്നണേന്ന് തിരിച്ചു കൊണ്ടുപോയി. പിന്നെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ബോഡിയാണ്. രണ്ടുപേരും പോയി. പിന്നെ ആ വീട്ടിലുള്ള താമസം എന്ന് പറഞ്ഞ വലിയ പ്രയാസമുള്ള താമസമായിരുന്നു. അപ്പനെ അടക്കം ചെയ്തു, എല്ലാവരോടും പറഞ്ഞു. അപ്പൊ ഇളയമ്മയുടെ ആളുകളൊക്കെ വന്നു. ഇളയമ്മയുടെ ആളുകളൊക്കെ വന്നു. അവര് പറഞ്ഞു, ഞങ്ങളെന്നാ ഞങ്ങളെ പെണ്ണെ കൊണ്ട് ഞങ്ങൾ പൊക്കോളാം. അപ്പൊ ഒരു മോളുണ്ടായിട്ടുണ്ട് ചാച്ചന്. വന്നപ്പോ കൊണ്ടുപോയ ഒരു മോളുണ്ട്, ചാച്ചന് ഒരു മോളുണ്ട്. ഞങ്ങൾ കൊണ്ടുപോകളാം. അതിനെ വിവാഹം കഴിച്ച് വിടുന്ന സമയമാകുമ്പോ എന്ത് ചെയ്താൽ മതി,
പൈസ തന്നാൽ മതി, ഞങ്ങൾ കെട്ടിച്ചു വിടാൻ നേരത്തെ നിങ്ങൾ കെട്ടിച്ചു വിട്ടാൽ മതി, പൈസ തന്നാൽ മതി. അപ്പൊ ഈ ജ്യേഷ്ഠനും എൻ്റെ അപ്പന്റെ വകയിലൊരു പേരപ്പനാണ്. അപ്പൊ അവര് പറഞ്ഞു ഏതായാലും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താമസിക്കുന്നതല്ലേ, അവിടെ കൊണ്ടുപോകൊന്നും വേണ്ട, അവരിവിടെ തന്നെ നിന്നുണ്ട്, ആവശ്യം സ്വത്തുക്കളും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അപ്പം മരിക്കുന്നതിന് മുമ്പ് 2 വയസ്സ് പ്രായമുള്ളപ്പോ എനിക്ക് വിൽപ്പത്തിന് തയ്യാറായി വെച്ചാൽ അയാളെ മകനായി എനിക്ക് തറവാട് സ്വത്ത് എഴുതി വെച്ചേക്കണം. ആദ്യത്തെ വീട്ടിലെ മൂത്ത മക്കൾക്ക് എല്ലാം കൊടുത്തു. അവരെല്ലാം എനിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മുഴുവൻ ചീട്ട് കളിച്ച് നന്നായി കച്ചവടം നടത്തി തീർത്തിട്ട് നല്ല സ്ഥലങ്ങൾ കൊണ്ടും തീർത്തിട്ട് ഈ 15 ഏക്കർ സ്ഥലം ഉണ്ടെന്നുള്ള സ്ഥലത്ത് മലയിലേക്ക് മാറി. അപ്പൊ തറവാട് സ്വത്ത് 2 ഏക്കർ 80 സെന്റ് സ്ഥലമാണ് പട്ടയത്തിൽ കിടക്കുന്നത്. അത് എൻ്റെ പേരിൽ കാർഡിന് എഴുതി വെച്ചതാണ്. അതിന് ശേഷം എത്രയോ കഴിഞ്ഞതിന് ശേഷം ഇവരെ കൊണ്ടുവരുന്നത്. ഇവരെ കൊണ്ടുവന്നതിന് ശേഷം ഇവർക്ക് നിന്നുണ്ടായ എൻ്റെ അപ്പനുണ്ടായിരുന്ന പെണ്ണിന് 40 സെന്റ് നിലം എഴുതി കൊടുത്തു. മേട്ടെ 15 ഏക്കർ സ്ഥലത്തിന് 1 ഏക്കർ ഇളയമ്മയ്ക്കും 1 ഏക്കർ കൊണ്ടുവന്ന മകൾക്കും, ബാക്കി 1 ഏക്കർ അവിടെ കാർന്നർ പേരായിട്ട് മാറ്റിയിട്ടു. പിന്നെ ബാക്കിയുള്ള സ്ഥലം ഇളയമങ്ങൾക്കും കൂടി എന്ത് ചെയ്തു, വിട്ടിരിക്കുക. ഇത്ര ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാർന്നൊന്ന് ചെയ്തു വെച്ചതാണ്. ഏത് ഈ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു. ഇവരെ കൊണ്ടുവരുന്നതിന് മുമ്പ് തറവാട് സ്വത്ത് എൻ്റെ പേര് എഴുതി വെച്ചു. ഇത് കൂടാതെ കിടക്കുന്ന സ്ഥലമാണ് ഈ 15 ഏക്കർ സ്ഥലത്തിൽ വെച്ചു. അപ്പൊ അവിടെയല്ലേ ഈ വിറ്റുപോയ ഏട്ടന്മാരെ മുഴുവൻ നോക്കുക, അവിടെ താമസിക്കും. അവർക്കെല്ലാം കൊടുത്ത ഈ മരണശേഷം, പിതാവിന്റെ മരണശേഷം പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ, രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഇച്ചിരി മോശമുള്ള ആളാണ്. ഇത് വളരെ മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും അടിയുണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചീട്ടുകളായിട്ട് നടക്കുന്ന ആളാണ്. ഈ സ്വത്തിനോടുള്ള താല്പര്യമായിരിക്കാം, എന്ത് താല്പര്യമാണെന്ന് പറഞ്ഞാലും ഈ ഇളയവൻ രണ്ടാമത്തെ ജ്യേഷ്ഠനുമായിട്ട് അവരങ്ങ് അടുത്തിട്ട് നിരന്തരമായി പുള്ളിക്കാരൻ ഈ 15 ഏക്കർ സ്ഥലങ്ങളെടുത്ത് ഇവിടെ വന്നുവെച്ച് പിന്നെ പോവില്ല. ഈ വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ളായിരിക്കുന്ന കാര്യങ്ങൾ എടുക്കുകയും വസ്തുവകകൾ എടുക്കുകയും ചീട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് മുഴുവനും ഇളയമ്മ സൈഡ് നിൽക്കുക. എന്തിനു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേദവസ്തുത്തിൽ പറയുന്ന പോലെ അപ്പന്റെ ഭാര്യയെ മകൻ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു. ഇത് പലപ്പോഴും എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന സാഹചര്യം. അന്നു മുതൽ വളരെ പ്രയാസകരമായി ഞാനും ജ്യേഷ്ഠനുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടിപിടുത്തവും ബഹളമായി. സപ്പോർട്ട് മുഴുവനും ഇളയമ ചെയ്യുകയും ഇളയമ ഇതിനോട് ചേർന്ന് എനിക്ക് എല്ലാ ഒത്താശ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ വഴക്കം പ്രശ്നമായപ്പോൾ അയൽവാസികളെല്ലാം പറഞ്ഞു, മോനെ നീ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, പിന്നെ കൊല്ലാൻ പോലും അവർ മടിക്കത്തില്ല, നിനക്ക് വിശക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ മതി, ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ മതി, ഞങ്ങളുടെ വീട്ടിലൊന്ന് ഭക്ഷണം കഴിച്ചോ. അവർ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കണ്ട എന്ന്. എൻ്റെ അയൽവാസികൾ, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് എൻ്റെ അമ്മ മരിച്ചു പോകും, അമ്മമാരുടെ അയൽവാസി അമ്മമാരാണ് എന്നെ സഹായിക്കാൻ, എനിക്ക് പാല് തരാൻ പറ്റും. അവരെന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എൻ്റെ അയൽവാസി. എന്നിരുന്നാലും ചില ദിവസങ്ങൾ കഴിഞ്ഞിടത്തോളം വീട് ഒരു നരകതുല്യമായി മാറി. ജീവിക്കാൻ യാതൊരു നിർവാഹമില്ലാതെ മാറി. സ്വത്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ജീവിതം വളരെ മോശമാണ്. ഉടനെ എന്നെ അറിയാവുന്ന ആള് പറഞ്ഞു, നീ കാര്യം ചെയ്തു, മോന് കാര്യം ചെയ്തു, ഞങ്ങളുടെ മക്കളും ഞങ്ങളൊക്കെ മതിവട്ടാന്ന് പറഞ്ഞ വനത്തിലാണ് താമസിക്കും. അപ്പൊ ഞാൻ നോക്കിയ വീടിന്റെ അവസ്ഥ ഇതാ, എന്നാ പിന്നെ ഇവരോട് കൂടുതൽ അങ്ങ് പോയേക്കാന്ന് വെച്ചു. ഇവരോട് കൂടുതൽ യാത്ര ചെയ്ത് പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അവരൊരു 25 കിലോ പാറ്റൻ പോസ്റ്റ് എൻ്റെ തലയിലേക്ക് വെച്ച് തന്നു. 3 മണിക്കൂർ വനത്തിൽ കൂടെ നടക്കണം ഇവർ പറഞ്ഞ സ്ഥലത്ത് എത്തണമെങ്കിൽ. 3 മണിക്കൂർ. മതിവട്ടാമനം എന്ന് പറയുന്നത് അത് കേട്ടിട്ടുണ്ടായിരിക്കും. അച്യുതാനന്ദൻ അവിടെ വന്ന് കുടിയിറക്കി നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണ് മതിവട്ടാമനം. ആ മതിവട്ടാമനത്തിൽ അങ്ങ് സൈഡ് തമിഴ്നാട് അതിരാണ്, ബോർഡറാണ്. അപ്പൊ അവിടെ 3 മണിക്കൂർ വനത്തിൽ കൂടെ കയറി ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പം ഒരു 4 ഏക്കർ സ്ഥലം റൗണ്ട് വെട്ടിത്തെളിച്ച് ഏതാണ്ടൊരു 2 അടി പൊക്കത്തിൽ തൈയായി നിൽക്കുക. കഞ്ചാവ് മൊത്തം. നിലത്തൊരു മടം, മേടൊരു 2 ഏറ്റുമാടം. ഞാൻ അവിടെ ചെന്നു. അവിടെ വാറ്റുകാര ആവശ്യത്തിന് വാറ്റുകാര കഴിക്കാം, വേട്ടയാടി ഇറച്ചിയുണ്ട്. ഇതിനൊക്കെ വെള്ളം ഒഴിക്കാനും നനയ്ക്കാനും എന്നെ വിളിച്ചിട്ട് പോകണം. അങ്ങനെ അവരോടൊപ്പം ഒരു ദിവസം അവിടെ ഇങ്ങനെ കഴിയുക. ഒരു
ഈസ്റ്റർ ഓണമൊക്കെ വന്നു കഴിയുമ്പോൾ എന്നറിയും, ഇവരെല്ലാവരും ഇവരുടെ വീട്ടിലോട്ട് പോകും. പിന്നെ ആ വനത്തിൽ നിന്ന് ആ മുതൽ നാടൻ തോക്കും കുറച്ച് വാട്ടുകപ്പയും അല്പം നാടൻ ചാരായം, താഴത്തെ ഒരു മാടം, നിലത്തൊരു മാടമുണ്ട്, ആഴി കൂട്ടാറുള്ള മാടം, മേളിൽ ഏറ്റുമാടം. ഇത് മാത്രമേ ഉള്ളൂ. ഇവര് ഓണത്തിന് അല്ലെങ്കിൽ വിശേഷ നാളിലുള്ള ഇവരെല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് പോകും. ഇവര് വീട്ടിൽ പോയി 5-8 ദിവസം സുഖമായിട്ട് അവിടെ ഭക്ഷണം കഴിച്ച് പുതിയ വസ്ത്രം ധരിച്ച് അവരുടെ വീട്ടിൽ കഴിഞ്ഞ് വരും. നമ്മൾ ഒരു വട്ടനെ പോലെ ഈ വനത്തിൽ ഒറ്റയ്ക്ക് കിടക്കുക, ഈ വന്യമൃഗങ്ങളുടെ നടുവിൽ. പലപ്പോഴും കള്ളന്മാര് തമിഴ്നാട്ടിൽ നിന്ന് കയറി വരും കഞ്ചാവ് വെട്ടിക്കൊണ്ട് പോകാൻ. പലപ്പോഴും അങ്ങനെ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇങ്ങ് പോകാൻ നിവൃത്തിയില്ല. കറക്റ്റ് 2 മണിയാകുമ്പോഴത്തേക്കും മഞ്ഞിറങ്ങി വരും. ഇത് മൊത്തം മഞ്ഞ, കണ്ണുപോലും കാണത്തില്ല, വെട്ടം പോലും കാണാൻ പറ്റുന്നു. പിന്നെ ആ മഞ്ഞ് മാറണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒരു 9:30 ആവും മഞ്ഞ് മാറി. ഇങ്ങനെ 5-8 ദിവസം ഒറ്റയ്ക്ക് ഞാൻ അവിടെ കിടക്കുന്നുണ്ടാവും. ആ അവസ്ഥയ്ക്ക് മദ്യം, ഈ പുകവലിയൊന്നുണ്ട്, മദ്യപാനം, അല്പം കഞ്ചാവൊക്കെ ഒന്ന് വലിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ, അതിൽ ആസ്വദിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. പിന്നെ ഒരു പ്രാന്തനെ പോലൊരു ജീവിതം. എന്ത് ജീവിക്കാനാ? അതിന് വളരെ ഞാൻ കാലഘട്ടം പറയുന്നത്. കാരണം അവരെല്ലാം പോയി അവരുടെ മക്കളും മാതാപിതാക്കളൊക്കെ ഒരുമിച്ച് വീട്ടിൽ സന്തോഷിച്ച് കഴിയുമ്പോഴേ പുതിയ വസ്ത്രമെല്ലാം ധരിച്ച് അവർ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ജനിപ്പിച്ച മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, ആരും ഒരു ആസനമില്ലാത്ത ജീവിതം ദിവസങ്ങളോളം നമ്മളവിടെ ഒറ്റയ്ക്ക് കഴിയുക. ചില വർഷങ്ങൾ അവരോടൊപ്പം ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിച്ച് കൈക്കത്തായി ഞാൻ സ്വന്തമായിട്ട് ചൊക്രമുടി എന്ന സ്ഥലം, അതായത് നിലനിൽപ്പിന് 2800 അടി ഉയരമുള്ള ചൊക്രമുടി, മൂന്നാറിനടുത്തൊരു മലയുണ്ട്, ടൂറിസ്റ്റ് മേഖലയാണ്. ആ ചൊക്രമുടിയിൽ ഞാനിങ്ങനെ അവിടെ നമ്മുടെ പേരപ്പം താമസിക്കുന്നു. അവിടെ വന്നു അദ്ദേഹത്തോടൊന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ് അവിടെ ഒരു 1.5 ഏക്കർ കഞ്ചാവ് സ്വന്തമായിട്ട് തോട്ടം ചെയ്തു, കൃഷി ചെയ്തു, പ്ലാൻ ചെയ്തു. അതിനെല്ലാം പൊക്കത്ത് തൈയായി, തൈക്കെല്ലാം വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ വാർപ്പത്ത് കയറിയിരുന്ന ഒരു ചെറിയൊരു കട്ടണൊക്കെ ഇങ്ങനെ വലിച്ചു വിട്ട് അല്പം ചാരായ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു. കൈകാലുകൾ രാവിലെ അല്പം മദ്യം കഴിച്ചില്ലെങ്കിൽ കൈകാലൊക്കെ വിറയ്ക്കുന്നുണ്ടാവും. ചെറുപ്രായത്തിൽ ഇങ്ങനെ കുടിച്ച് അങ്ങനെ ആയിപ്പോയി. രാവിലെ കടക്കാപ്പി കുടിക്കും, കടക്കാപ്പി ഇങ്ങനെ വിറച്ച് താഴെ പോകും. ശകലം മദ്യം അങ്ങനെ രാവിലെ കഴിഞ്ഞാൽ പിന്നെ ഉഷാറായി. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാനിങ്ങോട്ട് ഇനി എന്തിനാ ജീവിക്കണേ? ചെറുപ്രായത്തിൽ തന്നെ ഈ അവസ്ഥയിലായി. സ്നേഹിക്കുന്ന പറഞ്ഞ ആരുമില്ല, അപ്പനോ അമ്മയോ അവരെല്ലാം കൈവിട്ടിട്ട് പോയി. സ്വന്തം രക്തബന്ധങ്ങൾ എന്ന് പറയുന്നത് അവർ ഈ അവസ്ഥയിൽ കഴിയുക. പൈശാചികമായ ജീവിതമാണ്. ഇന്ന് മനസ്സിലായിട്ടോ, അന്ന് പൈശാചികം തന്നെ നമുക്കറിയില്ല. അപ്പൊ ആ നിലയിലുള്ള അവസ്ഥയായതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കുന്ന ആവശ്യമില്ല, മരിച്ചേക്കാന്നൊരു തീരുമാനം. കൃഷിക്കെല്ലാം ആവശ്യം വെള്ളം കൊടുത്തിട്ട് അല്പം മദ്യം എടുത്ത് പയ്യെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അന്ന് ഇറങ്ങിയിട്ട് ഇരുട്ടുകാലത്തിൻ്റെ അടുത്ത് പള്ളിവാസലിനടുത്ത് കുജിത്തനെയും സ്ഥലത്ത് വന്ന് ഞാൻ വിഷം വാങ്ങിച്ചു. പക്ഷെ മരിക്കുന്നതിന് ഒരു തീരുമാനമെടുത്തു. ഇവർ രണ്ടുപേരെയും കൊന്നിട്ട് മരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഇളമയും കൊല്ലുക, ശേഷനെയും കൊല്ലുക. കാരണം എൻ്റെ സ്വത്ത് അവർ അനുഭവിക്കുന്നത്. എൻ്റെ അപ്പൻ എനിക്ക് തന്ന സ്വത്തുകൾ അനുഭവിച്ചിട്ട് അവരൊക്കെ ഈ വെള്ളം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം മുറുകെ പിടിച്ചിട്ട് കുജിത്തള്ളി ഒന്ന് വിഷം വാങ്ങിച്ചിട്ട് 8 കിലോമീറ്റർ നടന്ന് രാജാക്കാട് വന്ന് തേച്ചൂർ സിനിമയും കണ്ട് രാത്രി 8 കിലോമീറ്റർ വീണ്ടും നടന്ന് രാജകുമാരിൽ വന്ന് നാട്ടിന്റെ പെങ്ങടെ മകൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ പാർത്ത് മദ്യവും അതുപോലെ വിഷവും ചെറിയൊരു അരുവി ഒരു തോടുണ്ട് കണ്ടെത്തരികൾ, അതിന്റെ സൈഡിലേക്ക് വെച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയി. രാവിലെ ഞാനിങ്ങനെ പുറത്തിറങ്ങി അല്പം തോട്ടിലിറങ്ങി മുഖമൊക്കെ കഴിച്ചിട്ട് അല്പം കഴിച്ചിട്ട് വീണ്ടും വന്ന് അവരുടെ വീടിന്റെ തിന്നൊരു ചണച്ചാക്ക് വിരിച്ച് ഞാനിങ്ങനെ കമന്ന് കിടക്കുക. ഒരു 9-9:45 ആയപ്പോൾ ഒരു സുവിശേഷത കിടന്നു. കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന സിയോൺ ഗോസ്പൽ ടീം എന്ന് പറയുന്ന സുവിശേഷ സംഘടന. അതുണ്ടാക്കിട്ടെന്ന് പറയുമ്പോൾ അലംബോറീസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടും. ആറ് കേട്ടപ്പോൾ എനിക്ക് അറിയത്തില്ല. അലംബോറീസ് എന്ന് പറഞ്ഞാൽ കാരണം പട്ടണത്തിലെ റവടി അറിഞ്ഞു. അദ്ദേഹം മാനസാന്തരപ്പെട്ടു വന്നു കഴിഞ്ഞപ്പം ഹൈറേഞ്ച് മേലെ സുവിശേഷീകരിക്കുക എന്നുള്ളത് ദർശനത്തോടു കൂടെ അദ്ദേഹത്തിന്റെ മക്കളും അവരെല്ലാം കൂടെ രാജകുമാരിൽ വന്ന് ക്യാമ്പ് ചെയ്ത് അവർ സുവിശേഷം അറിയിക്കുക എല്ലായിടത്തും ചെയ്തു.
ഓരോ 9 സമയം ഇവരവിടെ ട്രാക്ടറുമായിട്ട് ആ വീട്ടിൽ. അപ്പൊ നമ്മളിങ്ങനെ അല്പം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുക. ഇവിടെ വന്ന് അവരോട് ഇതിലേക്ക് കൊടുത്തു. ഈ ചാത്തന്റെ പെങ്ങളുടെ മകന്റെ ഭാര്യയോട് സംസാരിച്ചു. പോകുന്നത്ത് ഇതാരെ കിടക്കുന്നതിന് അവര് പറഞ്ഞു കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ കഴിച്ചിട്ട് കിടക്കുക പൊക്കോളാൻ പറഞ്ഞു. മദ്യം കഴിച്ചിട്ട് കിടക്കുന്നതിനോട് അവര് സംസാരിക്കത്തില്ല. അവര് പോയി. അന്ന് രാത്രി വേണം കൊല നടത്താൻ. അപ്പൊ അന്ന് പകൽ ഞാൻ അന്വേഷിച്ചപ്പോ ചേട്ടൻ 10 ദിവസമായിട്ട് അവിടെ തന്നെയാണ് കഴിഞ്ഞു കൊടുക്കുന്നത്. ഇന്നലെയും കൂടെ അവര് പുള്ളി ടൗണില് വെള്ളമൊക്കെ അടിച്ച് തരികയൊക്കെ പറഞ്ഞ് വേറെ ഉണ്ടാക്കിയിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവരെല്ലാം വീട്ടിലുണ്ട്. ചേട്ടൻ അവിടുന്ന് പോകാറില്ല, അവിടെ തന്നെ ഉണ്ടെന്നുള്ള അത് കറക്റ്റാ. അപ്പൊ അന്ന് രാത്രിയിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇവരെ വീട്ടിൽ ചെന്നവരെ ശരിയാക്കണം. അപ്പൊ അതിനെല്ലാം ഒരുക്കത്തോടും കൂടെ ചാത്തന്റെ പെങ്ങളോട് പറഞ്ഞു, ഞാൻ ഇവിടം വിട്ട് പോവുക, നീ എന്ന് കാണുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുവാണല്ലോ, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. രണ്ട് ശരിയാ. ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ പോവാം. അതാണ് നീയും കൂടെ പോണേ, എവിടെയെങ്കിലും പോകണം, ഒരു ജോലിയൊക്കെ അന്വേഷിച്ച് പോകണം എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും ഞാൻ പൂർത്തീകരിച്ചു. ചേട്ടനുണ്ടെന്നും ചേട്ടൻ മണിക്ക് എവിടെയാണ്, ചേട്ടൻ ചീട്ട് കളിക്കുന്ന കോർട്ടിനടുത്താണെന്നും ഇത് സമയം അവിടെ വീട്ടിൽ ചെല്ലാറുള്ളതെന്നും ഇതെല്ലാം ഞാൻ പകൽ അന്വേഷിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് ഞാനൊരു 3-3:30 ആയപ്പം അല്പം കഴിച്ചിട്ട് ഒരു ചെറിയൊരു പുകയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവരുടെ വീടിന് ചുറ്റും അവരുടെ പറമ്പിപ്പുറത്ത് ചുമ്മാ ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടന്ന ഒരു 4 മണി സമയമായപ്പോൾ സാറേ ഈ ഉപദേശിമാർ വീണ്ടും അവിടെ വന്നു. അവർ വീണ്ടും അവിടെ വന്നു. വീണ്ടും അവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ഇട്ടത്തൊരു ചെറിയൊരു പുക കഴിച്ചു. അവരെ കണ്ടപ്പോൾ ഞാൻ ആ വീടിയാൻ കളഞ്ഞു. ഈ കഞ്ചന ചിലപ്പം കഴിച്ചോണ്ടിരിക്കണം. ഞാനതങ്ങനെ കളഞ്ഞിട്ട് ഞാൻ അവിടെ മാറി നിന്നു. വീട്ടിനകത്തേക്ക് വന്ന് ഞാൻ മാറി. അപ്പൊ അവരവിടെ ആ വീട്ടിലുള്ളവർ വീണ്ടും വന്നു കഴിഞ്ഞിട്ട് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു. വന്നിട്ട് ഒരു നോട്ടീസ് എനിക്ക് തന്നു. ഞങ്ങൾ സുവിശേഷ പ്രവർത്തകരാണ്, യേശുവിനെ കുറിച്ച് പറയാനൊക്കെ വന്നതാ എന്ന് എന്നോട് പറഞ്ഞു. ഞാനിപ്പോ അത് എന്റെ വീടല്ല, ഞാനിവിടെ ഒരു ദിവസം തങ്ങിയെന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞു എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. കാരണം എൻ്റെ അപ്പം വലിയ ഭക്തനൊക്കെ ആയിരുന്നു. കാര്യമാരി ദേവമാതാ ഇപ്പൊ തീർത്ഥാടന കേന്ദ്രം, ദേവമാതാ ചർച്ച് പള്ളി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അതിനു വേണ്ടി പിരിവ് കൊടുക്കുകയും പള്ളിയുടെ അധ്വാനിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്ത് രൂപം പഠിപ്പിച്ചു കൊടുക്കുകയും പെരുന്നാൾ നടത്തുകയൊക്കെ ചെയ്തു. രാജകുമാരി രാമേന്ദ്ര ക്ഷേത്ര സ്ഥലം ഇരിക്കുന്നത് ഞങ്ങള് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് അമ്പലത്തിന്. പിന്നെ അപ്പൻ പോകാത്ത പള്ളി അമ്പലവും എല്ലായിടത്തും പോകുന്നു. ദൈവത്തെയൊക്കെ എൻ്റെ അപ്പൻ ചെറുകാലം മുതൽ ഇങ്ങനെ പൂജിച്ചും സ്നേഹിച്ച് കിടക്കണം. അതുകൊണ്ട് എനിക്കതിലൊരു വിശ്വാസമൊന്നുമില്ല. കാരണം ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹമോ ദൈവം ഉണ്ടെന്ന് പറയാനോ ഒന്നും ഞാൻ തയ്യാറല്ല. എനിക്കതിലൊരു വിശ്വാസമില്ലെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു അല്ല, ദൈവമുണ്ട്, ദൈവത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ എന്നോട് പറയണ്ട, എനിക്കതിൽ വിശ്വാസമില്ല, വിശ്വാസമുള്ളവർക്ക് പറയുക, ഞാൻ എൻ്റെ രീതി വേറെയാണ്. അത് ഞാനിപ്പോൾ ഇച്ചിരി കഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങളവിടെ കൂടുതൽ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ സംസാരിക്കുന്നത് തെറ്റും തെറിയൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവര് പറഞ്ഞില്ല, സഹോദര ദൈവമുണ്ട്, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ദൈവമുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞു ദൈവമുണ്ട്. ഇവരിങ്ങനെ വാക്യം വെച്ച് നമുക്ക് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ സഹോദരനെ ദൈവം രക്ഷിക്കും. ഇങ്ങനെ ജീവിച്ചാൽ ഒരു നാശത്തിലേക്ക് പോകുന്നത്, ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. ആര് കൈവിട്ടാലും ആര് മറക്കാത്തൊരു ദൈവം. ആ ദൈവത്തെയാണ് പരിചയപ്പെടുന്നത്. നിങ്ങൾ അമ്പലമോ പള്ളിയോ ഒരു ഉപദേശമായിട്ട് വന്നതല്ല, ഒരു സത്യദൈവമുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ആ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. അല്പസമയം ദൈവം കേൾക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പറഞ്ഞോ, ഞാൻ അതെല്ലാം കേൾക്കാം. അവരിങ്ങനെ വചനങ്ങളെല്ലാം ഇങ്ങനെ എന്നോട് സുവിശേഷിക്കുന്നു. സുവിശേഷിച്ച് അവരിങ്ങനെ പറഞ്ഞു. ഞാൻ കാലകാലത്ത് ഇങ്ങനെ ഇരുന്നു, ഞാൻ നിലം പോകാൻ ഇവർ പറയുന്നതെല്ലാം കേട്ടിങ്ങനെ ഇരുന്നു. അപ്പം ഇവരിത് പറയുമ്പോഴെല്ലാം, വാക്കുകൾ പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിനകത്ത് ചെയ്യുന്നുണ്ട്, തറയ്ക്കുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, മോനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, മോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോഭനീയ അവസ്ഥയിലേക്ക് പോയാൽ ഒരു നരകമായ ജീവിതത്തിലേക്ക് വീണ്ടും ചെന്ന് കാണിക്കുന്നു. ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് മോൻ നന്നായി വരണം, നന്നായി ജീവിക്കണം,
ആര് കൈവിട്ടാലും കൈവിടാത്തത് ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഇവരിങ്ങനെ തർപ്പിച്ചെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവര് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന പ്രതികാരത്തിന്റെ ശക്തി ഇങ്ങനെ ആർജിച്ച് നിൽക്കുന്ന സമയം അവർ വരുന്നത്. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ അനുസരിച്ച് ഇതിന്റെ തീ കുറേശ്ശെ ഇങ്ങനെ അണയുന്നുണ്ട്. മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ മാറ്റം വന്നതിന്റെ പ്രതികാര ശക്തി കുറേ മനസ്സിന്റെ ശരീരമൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങുന്നു. എന്തെങ്കിലും ഒരു അരമുഖം മണിക്കൂർ എനിക്ക് വേണ്ടി ചെലവഴിച്ചു. അപ്പൊ എനിക്ക് പിന്നെ ഒരു തിടുക്കം, ഇവരൊന്ന് പോയിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ. സന്ധ്യ മയങ്ങി തുടങ്ങി, ഇരുട്ടാവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുള്ള ചിന്ത അകത്ത് കിടക്കുന്നു. ഇവരെന്നെ പിടിയും വിടുന്നില്ല. പിന്നെ അങ്ങനെ രണ്ട് തേങ്ങൽ നീങ്ങുമ്പോൾ ഒടുവിൽ അവർ പറയുകയാണ്, ഞങ്ങൾ പോകാൻ പോവുകയാണ് സഹോദരന് വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോട്ടെ. ഞാനൊന്നും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഏതായാലും അവസാനം ആവാം, നമ്മുടെ ഇഷ്ടമല്ലേ പറഞ്ഞു. കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചു, എനിക്ക് അതിന് തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉടനെ ആ വീട്ടിലോട്ട് പറഞ്ഞു, ഒരു പായി തിണ്ണയിലേക്ക് ഇടാവുന്നത്. അവരൊരു പാവ കൊണ്ടിട്ടു തിണ്ണല്. രണ്ടു പറഞ്ഞ് കയറി നിൽക്കുക, ഇതിനെ മുറ്റത്ത് നിൽക്കണെന്തിനാ, കയറി നിൽക്കുക, നമ്മള് ദൈവകാര്യമല്ലേ പറഞ്ഞു. ഒന്നുമല്ലാതെ ഞാൻ കയറി ചെയ്തു. പറഞ്ഞു ഞങ്ങൾ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ രാവിലെ വന്നിട്ട് പോയാൽ, പക്ഷെ വീണ്ടും ഇവിടെ വന്നത് സഹോദരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞിട്ടായിരിക്കും, ദൈവം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി വന്നത്. അതുകൊണ്ട് ഒടുവിലായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോവുക, അല്ലെങ്കിൽ ഞങ്ങൾ പെയ്ത്തോമിലേക്ക് പോവുക. ശരി, നിങ്ങൾ ഏതായാലും ഞാനും മനസ്സിലാക്കി, ഏതായാലും ഇന്ന് രാത്രി ഒരു നമ്മൾ ഒന്നെങ്കിൽ നരകത്തിൽ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജയിലിനകത്ത്, എവിടെയെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ മനസ്സിലാവാൻ ശരി പ്രാർത്ഥന പറഞ്ഞു. ഒന്ന് മുഴങ്കാലം മുടക്കി ഒന്ന് പ്രാർത്ഥിക്കാ, ഒന്ന് നിൽക്കാവോ എന്ന് ചോദിച്ചു. പിന്നെ എന്റെ മുട്ടുകുത്തിക്കുന്ന പരിപാടിയാണ്. എന്തായാലും മനസ്സിലാകൂടി ഞാൻ ചെയ്തു. അപ്പൊ എന്നോട് ആ ചേച്ചിയും പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, മുട്ടുകുത്തി പ്രാർത്ഥിക്കും, ദൈവം നിന്നെ സഹായിക്കട്ടെ, അവരതിനു വേണ്ടി വന്നതല്ലേ എന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി. അവരെനിക്ക് വേണ്ടി 10-20 മിനിറ്റ് വരെ 3 പേര് തലയിൽ കൈവച്ച് എൻ്റെ കയ്യിൽ വെച്ചു 10-20 മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഇവരൊന്ന് നിർത്തിയിട്ട് വേണം എനിക്ക് പോകണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇവരെന്നോടൊന്ന് തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് വാക്യങ്ങൾ പറഞ്ഞ് എന്നോട് എന്ത് ചെയ്യും, എൻ്റെ ഹൃദയത്തോട് ഈ വാക്യം ഇങ്ങനെ മുട്ടുമുട്ടി. ഒടുവിൽ അവർ പറഞ്ഞു, ഞാനത് വാക്യങ്ങൾ പറയാം, ഞങ്ങൾ പറയുന്ന വാക്യങ്ങൾ ഏറ്റു പറയാം. ശരി, നിങ്ങൾ പറഞ്ഞ ഏറ്റു പറഞ്ഞു. അങ്ങനെ അവിടെ അന്നാണ് കർത്താവിന്റെ രക്ഷിതാവും ദൈവമായ ഹൃദയത്തിൽ എത്തിയത്. ഞാൻ സ്വീകരിച്ചു. അവർ പറഞ്ഞ വാക്യങ്ങൾ ഏറ്റു പറഞ്ഞു. അങ്ങനെ ഏറ്റു പറഞ്ഞ് ഞാൻ മനസ്സോടെ കർത്താവിന്റെ ഹൃദയത്തിൽ എന്നെ സ്വീകരിച്ചു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശരീരം മുഴുവനാണ് വേർത്തിട്ട് എനിക്ക് മേലാങ്ങ് വിറച്ചിട്ട് എനിക്ക് എഴുന്നേക്കാൻ നിവർത്തിയില്ല. കൂടുതൽ ഞങ്ങൾ വിറച്ചടയുന്നു. എൻ്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഞാൻ കഴിച്ച ആരായത്തിന്റെ ബലവും പോയി, അധികാരത്തിന്റെ ബലവും പോയി. നമുക്കപ്പാടെ ഇവര് മനസ്സിൽ ഭാഗം ഇവർ വന്ന് ഈ നിലയിൽ ആക്കിയിരുന്നത് എനിക്ക് എന്നാ പറ്റിയെന്ന് എനിക്കെന്ന് തോന്നിപ്പോയി. അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ മേല. ഇവരെന്നെ കൈ പിടിച്ച് എഴുന്നേപ്പിച്ച് ചേച്ചിയോട് പറഞ്ഞു, ഇച്ചിരി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവരൊരു വെള്ളം പ്രാർത്ഥന എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എഴുന്നേറ്റ്. അപ്പൊ ചേച്ചി കടിഞ്ഞായ കളിപ്പിച്ച് അവർക്ക് കടുക്കാത്ത കൊടുത്തു, അവർ കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, സൗർ കാര്യം ഞങ്ങളുടെ കൂടെ അങ്ങ് പോരാൻ, പെയ്ത്തോമ്പേക്ക് പോരാൻ. ഞാൻ ബസ്സില്ലാതെ പോരാ, എനിക്കിന്ന് എൻ്റെ വീട്ടിൽ പോകണം, നിങ്ങൾ വന്ന് താമസമുണ്ടല്ലേ, ഞാൻ പണ്ടേ പോയാനോ. ഇല്ല, സഹോദരൻ ഞങ്ങളോടൊപ്പം എന്ത് ചെയ്യട്ടെ, പേത്തിനോട് പോവാം, അവിടെ വന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, പോവാം, അവിടെ വന്നിട്ട് പോവാം. അപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല, വറീസറ്റാൻ, വറീസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹം പൂർത്തി വന്നിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ അപ്പച്ചനോടെ ഉണ്ട്, അപ്പച്ചൻ വളരെ സ്നേഹമുള്ള ഒരാളാണ്. അപ്പച്ചനെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരാം. ഞങ്ങൾ രാത്രി ഞാൻ കൊണ്ടുവിടാം, അല്ലെങ്കിൽ ഒരു ചെയ്യാൻ പോകും. ഇവരെന്നെ നിർബന്ധമായിട്ട് എന്നെ ചെയ്തു അറിയില്ല, എന്നെ നിർബന്ധമായിട്ട് വിളിക്കും. അപ്പൊ ചേച്ചി പറയണ, നീ അവരെ കൊണ്ടുവിട്ട് നീ പോരെ, അപ്പോഴത്തേക്കും ചോറൊക്കെ ആവും, കൊണ്ടുവിട്ട് ചെയ്യുക, അവർ വിളിച്ചതല്ലേ, ആ അപ്പച്ചനൊക്കെ പോയി കണ്ടിട്ട് വാ എന്നും പറഞ്ഞ് ചേച്ചിയുടെ നിർബന്ധത്തോടെ തന്നു. ഞാൻ ഇവരുടെ കൂട്ടി പേത്തിനോട് പോയി. പേത്തോമിൽ ചെന്ന് അവിടുത്തെ ഞാൻ ഈ പറഞ്ഞ അപ്പച്ചനുമായിട്ട് സംസാരിച്ചു. എൻ്റെ ഒരു 11 മണി വരെ രാത്രി സംസാരിച്ചിരുന്നു. 11 മണി കഴിഞ്ഞതിന് ശേഷം സംസാരം നിർത്തി പോയൊരു പ്രശ്നമില്ല. എന്നാലും അടുത്ത ആൾ സംസാരിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന് രാത്രി 2 മണി വരെ. 2 മണിയായപ്പോ വീണ്ടും അവരെനിക്ക് കടത്തി വിട്ടു. നീ ഇന്ന് പോകാം, രാത്രി എത്ര ആയില്ലേ, രാവിലെ പോകാം. അമ്മ രാത്രി 2 മണിക്ക് ശേഷം അവിടെ അവർ വന്ന് അവർ വായിൽ അവിടെ പിറ്റേ ദിവസം രാവിലെ 9 മണിയോടെ ഞാൻ എഴുന്നേറ്റു. 9 മണിയായപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തലേദിവസത്തെ ആ ദിവസം ഉണ്ടായിരിക്കുന്ന
പ്രതികാരത്തിന്റെ ശക്തിയും ഒന്നും എൻ്റെ ഇല്ല. അതെല്ലാം തളർന്നുപോയി. 9 മണിയായപ്പോൾ എഴുന്നേറ്റ് അവരെനിക്ക് കപ്പ വേവിച്ചും കറി തന്നു. കഴിച്ചു കഴിഞ്ഞ് പറഞ്ഞു, നമുക്കെന്നാ ഇന്നലെ പോയ വീട്ടിലോട്ട് പോയാലോ? ശരി, പോവാന്ന് പറഞ്ഞു. അവർക്കും സ്ഥലം വീട്ടിൽ ചെന്നപ്പോ അവരെ പറയുകയാണെ, അപ്പൊ സാധനമൊക്കെ എവിടെ ഇരിക്കണത്? അതെ, ഞാൻ ഏത് സാധനം പറയണ്ട, സഹോദരൻ കുപ്പിയും സാധനമൊക്കെ എവിടെ ഇരിക്കണേന്ന്. ചാരായം മറ്റേ സാധനമെല്ലാം വിഷമെല്ലാം ആയുധമെല്ലാം ഇങ്ങനെ കോഴിയുടെ അടിയിൽ മാറ്റി വെച്ചത്. അപ്പൊ ഞങ്ങൾ സാധനമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പറഞ്ഞാൽ പറ്റില്ല, അത് എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തോളാം. ഇവര് നിർത്തുന്ന പറയും. അവര് ഇത് ആര് പറഞ്ഞു? ചേച്ചി കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, ഞാൻ അവരെ കാണിച്ചല്ലോ കൊണ്ടുവച്ചത്. ഇവരിങ്ങനെ ആണെങ്കിൽ തോട്ടിങ്ങ് പോകാന്നുള്ളൂ. അങ്ങനെ തോട്ടിങ്ങിലേക്ക് പോയി. തോട്ടിങ്ങ് പോയിട്ട് നമ്മളെ ഒരു കൊടിയുടെ സൈഡിൽ വെച്ച സാധനം എടുത്തു. വെള്ളത്തിൽ ഒഴുക്കി, ഒരു ചാരായോ ഒരു വെള്ളത്തിൽ ഒഴുകി, കുപ്പിയും വെള്ളത്തിൽ ഒഴുകി, കത്തി മാത്രം എടുത്തു. എനിക്ക് കറിക്കരിയാൻ പെയ്ത്തൊന്ന് കറിക്കരിയാൻ. ഇവരെ ആ കത്തി എടുത്തു, എല്ലാം തീർത്ത് പറഞ്ഞു, മോനെ നീ എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്, നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം. ആരും മോനെ സ്നേഹിച്ചില്ല, ദൈവം സ്നേഹിക്കും. അവർ വീണ്ടും ഉപദേശിക്കുകയാണ്. അങ്ങനെ സ്നേഹവാക്കുകൾ തന്നു. അവരെന്നെ ഈ വീട്ടിലിരുന്ന എൻ്റെ തുണി എല്ലാ സാധനങ്ങളും എടുത്തു ബെയ്ത്തോമിലേക്ക് എന്നെ വീണ്ടും എന്നെ. അങ്ങനെ അവരോടൊപ്പം ഞാൻ ബെയ്ത്തോമിൽ കഴിയുന്നു. അവരുമായിട്ട് താമസം അവിടെ കഴിഞ്ഞു. ഈ ഉപജീവനം കഴിക്കണ്ടേ, അവരും കഷ്ടത്തിലാണ് വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ വരുമാനങ്ങളൊന്നും അവർക്കില്ല. ഒരുപടിക്കും മറുപടി ഇല്ലാതെ പോലെ അവരും ജീവിക്കുന്നു ബെയ്ത്തോമില്. 6 പേരോടും ആ ബെയ്ത്തോമിൽ താമസിക്കുന്നു. അവരുടെ മക്കളും മരുമക്കളും എല്ലാം നടന്നു. ഞാനിങ്ങനെ അവരുടെ അടുത്ത് എങ്ങനെ ഭക്ഷണം, എനിക്ക് തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി അവരുടെ ഭക്ഷണം കഴിക്കും. ഞാൻ പണിക്കാട്ടില്ല, അങ്ങോട്ട് പോയില്ല. എൻ്റെ ആവശ്യം നാളൊക്കെ അവിടെ കിടക്കുക, അതവിടെ തീർന്നു. അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. ഈ മോൻ ഞങ്ങളോട് പറയാതെ എങ്ങും പോകരുന്നത്. മോന്റെ വീട്ടിലേക്ക് തന്നെ മോൻ എന്ത് ചെയ്യണ്ട, പോകണ്ട, നമുക്ക് ഒരുമിച്ച് പോയാൽ മതി, അതുവരെ മോൻ നിൽക്കാൻ പോകും. അങ്ങനെ 3 ദിവസം കൂലിപ്പണിക്ക് പോകും. 3 ദിവസം കൂലിവേലയ്ക്ക് പോയിട്ട് 4 ദിവസം ഇവരോടൊപ്പം ഞാൻ ലേഖനം കൊടുക്കാം. അതിന് ഇറങ്ങി, ഇവരോടൊപ്പം അങ്ങനെ ഇറങ്ങി. എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി. അവരോടൊപ്പം ഞാനും വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. പോരുന്നോന്ന് അവർ ചോദിച്ചു. ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. 4 ദിവസം ജഗലേഖ കൊടുക്കാനും അവിടെ ഇവിടെയും പ്രാർത്ഥനയും ബൈബിൾ ക്ലാസ് കൂടെ ഞാനും എന്ത് ചെയ്തു, ആരാധന ഞാനന്ന് സംബന്ധിച്ചു. അവരോടൊപ്പം മാസം ആരംഭിച്ചു. അതായത് 1986 ജൂൺ മാസം 26-ാം തീയതിയാണ് സായാഹ്നമാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ദൈവമായി. അന്നു മുതൽ ഞാൻ അവരോടൊപ്പം താമസം തുടങ്ങി. ജൂലൈ 17-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. ജൂലൈ 18-ാം തീയതി അഭിഷേകം പ്രാപിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയില്ല, അവരെ ആരെയും കണ്ടുമില്ല, അവാഹം ശ്രദ്ധിച്ചില്ല. ആരൊക്കെയോ പറഞ്ഞു, എൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ള ഒരു അവരുടെ അറിയിപ്പ് ആരോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരും ചേട്ടനോട് സുഖമായിട്ട് അവൻ എന്ത് ചെയ്യാം, നിൽക്കുക. അവനിങ്ങനെ തുള്ളലുകാരുടെ കൂടെ, അവർ ഇവിടെ പറയുന്നത് നിക്കുസ്റ്റല്ല, തുള്ളലുകാരെന്നാണ് പറയുന്നത്. അവൻ തുള്ളലുകാരുടെ കൂടെ കൂടി അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും. കാരണം വീടും പെയ്തുമായിട്ട് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ അകലമുണ്ട്. അങ്ങനെ ഞാൻ അവരോടൊപ്പം താമസമാണെങ്കിൽ 1 വർഷം അവരോടൊപ്പം നിന്നപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഞാനും സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു. അങ്ങനെ അവരോടൊപ്പം സുവിശേഷ വേലയിൽ വ്യാപകമായി. കഷ്ടതയും പ്രയാസവും, ഭക്ഷണമൊന്നും കാര്യമായിട്ടൊന്നുമില്ല, ഉള്ളത് കൊണ്ടൊക്കെ കഴിഞ്ഞ് ഞാൻ 3 ദിവസം ജോലിക്ക് പോകും. ആ പൈസ നിസ്സാര ശമ്പളം വന്നു. 17 രൂപ 50 പൈസ സംഭവിച്ച കാപ്പി കാശ്. 17 രൂപ എൻ്റെ കൂലിയുള്ളൂ. ആ കൂലി വാങ്ങിച്ച് 3 ദിവസം പണി. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യും, സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എഴുതി കൊടുക്കും. അവർ പറഞ്ഞു ഒന്നും വേണ്ടാന്ന് പറയും. പക്ഷെ നമുക്കറിയാലോ അവിടുത്തെ ഭക്ഷണം എന്താ കഴിക്കുന്നത് നമുക്കറിയാം, അവരെന്താ കഴിക്കുന്നത്. ഞാൻ ആ സാധനം മേടിച്ച് വീട്ടിൽ കൊടുക്കും, അവിടെ കൊണ്ട് പെയ്ത്തോമി കൊണ്ടു ഒരുമിച്ച് കഴിക്കും. ബാക്കിയുള്ള ദിവസം ഞാൻ 4 ദിവസം ഇവരോടൊപ്പം എന്ത് ചെയ്യും, ഞാനും പോകും. അന്ന് വാഹനങ്ങളോ വഴികളോ ഒക്കെ കുറവ്, വാഹനങ്ങളും ഇല്ല, വഴിയും കുറവ്. നടന്നു വേണം ഓരോ മലകൾ കയറാൻ. ഓരോ മലമുകളിൽ ചെന്നിട്ട് ഒരു വാക്യം, ഫസ്റ്റ് വാക്യം പറയാം, ആ വാക്യം ഏറ്റു പറയാൻ പറയും ഉറക്കെ. അങ്ങനെ മലമുകളിൽ കയറി ഉറക്കെ വാചനങ്ങളൊക്കെ ഏറ്റു പറയും. അങ്ങനെ ചില നാളുകൾ അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം ചേരിയാർ എന്നൊരു പ്രദേശം,
ശാന്തമ്പാറയ്ക്കടുത്ത്. അതായത് ഞാൻ ആദ്യം ഇരുന്ന് മതിവെട്ടാന്റെ അടിവാരം ചേരിയാർ എന്ന് പറയും. ആ ചേരിയാർ എന്ന സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ കുറച്ച് ഗ്രാമം. അവിടെ ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെ അവിടെ സുവിശേഷ പ്രവർത്തനത്തിന് ഏർപ്പെട്ടു. ആദ്യം പോയി വന്ന് സുവിശേഷ കാര്യം ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം അവിടെ ഒരു വീട് മുറി തന്നു. അവിടെ ആരംഭിക്കുമ്പോൾ 14 പേര് അവിടെ. അങ്ങനെ 14 പേര് അവിടെ സ്ഥാനപ്പെട്ട് സഭയായതിനു ശേഷം എനിക്ക് ബൈബിൾ പഠിക്കുന്ന താല്പര്യമുണ്ട്, എന്നെ വിടാമെന്ന് ചോദിച്ചു. അപ്പൊ ഇവരെന്റെ അപ്പനും അമ്മയൊക്കെ ആയിട്ട് മാറി. ഈ വർഗീസ് ഭാഷ അപ്പനും അവിടെ മക്കള് സഹോദരനും അമ്മയൊക്കെ എൻ്റെ അപ്പനുമായിട്ടങ്ങ് മാറി. നിന്റെ മോനെ മാത്രമേ വിളിക്കുള്ളൂ. അപ്പൊ അവരോട് ദത്തുപുത്രനെ പോലെ നമ്മളിപ്പോ അവർ നമ്മളെ എന്ത് ചെയ്തു അങ്ങേറ്റു. അങ്ങനെ അവിടെ താമസിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക കോളേജിലേക്ക് അപേക്ഷ കൊടുത്തപ്പോഴൊന്നും പഠനമില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടിയില്ല. എല്ലാ അപേക്ഷയും തിരിച്ചു വരുന്ന അപേക്ഷയൊന്നും ഇവരെന്നെ കാണിക്കില്ല. നമുക്കൊരു പ്രയാസം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് കാണിക്കണം. അപേക്ഷ വെച്ചിട്ടുണ്ട്, അവരെ വിളിക്കാന്ന് പറഞ്ഞു. വിളിക്കുമ്പോൾ പോയാൽ മതി, വിളിച്ചാൽ നമുക്ക് പോവാം. അവര് മോൻ പ്രയാസപ്പെടുന്നത് ഈ പഠനം സ്കൂളിൽ പഠിത്തം ഇല്ലാത്തതുകൊണ്ട് അവർ ഈ നമ്മളെ ഒഴിവാക്കുന്നത്. നമുക്ക് അതെനിക്കറിയത്തില്ല. ഒടുവില് നമ്മുടെ മലബാർ ഗോസ്പൽ മെസ്സഞ്ചർ കേട്ടോ, സാമുവൽ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അതിന്റെ ഡയറക്ടർ, കന്യാമ്പുറം, ഒറ്റപ്പാലം കന്യാമ്പുറം. അവർക്കൊരു ബൈബിൾ കോളേജ് ഉണ്ട്, നോർത്ത് കേരള ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങോട്ട് അപേക്ഷ കൊടുത്തു. അങ്ങോട്ട് അപേക്ഷ കൊടുത്തപ്പോൾ അപേക്ഷ സ്വീകരിച്ചു. ഇന്ന ദിവസം ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അങ്ങനെ നോർത്ത് കേരള ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്തു, എനിക്ക് അഡ്മിഷൻ കിട്ടി. പഠിത്തമൊന്നുമില്ലേ, പ്രാർത്ഥന കൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടി. നമ്മുടെ പി ജി മാസ്റ്റർ, നമ്മുടെ കെ എ തോമസ് സാറ്, പി ടി മാസ്റ്ററൊക്കെ അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അവിടെയാണ് ഞാൻ എന്ത് ചെയ്തു ബൈബിൾ സ്റ്റഡി നടത്തുന്നത്. ബൈബിൾ സ്റ്റഡി അവിടെ നടത്തുമ്പോൾ തന്നെയാണെങ്കിലും നമുക്കിവിടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം ഇവിടെ പാസ്റ്റർമാരാ നടത്തുന്നുണ്ട്. അവിടെ പഠനം നടത്തി. അവിടെ പകൽ വെള്ളിയാഴ്ച തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ ഓരോ സ്ഥലം ശുശ്രൂഷയ്ക്ക് പോകും. അങ്ങനെ ശുശ്രൂഷയ്ക്ക് ബൈബിൾ കോളേജ് തന്നെ വിടുമായിരുന്നു. അങ്ങനെ അവിടെ പോകുമ്പോൾ അവിടുന്ന് സ്വോത്രാഴ്ച നമുക്ക് ചർച്ചയും തരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മറ്റു കാര്യങ്ങൾ ബൈബിൾ കോളേജിൽ പോകുമ്പോൾ ഒരു പാൻറ്റും ഉടുപ്പും പഴയ ഉടുപ്പ് തന്നു, കയ്യിൽ തന്നു. നമ്മളെ ആത്മീയ പാസ്റ്ററുകൾ പഴയ വെട്ടി എനിക്ക് തന്നു. അദ്ദേഹത്തിന്റെ ഒരു ഷേവിംഗ് സെറ്റ് തന്നു. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, എളുപ്പമുള്ള ഇഷ്ടംപോലെ സാധനം, 40-42 ഏക്കർ സ്ഥലം അപ്പം വളർന്നുണ്ടാക്കിയത്. അതിനകത്ത് കാര്യമില്ല, ആ നിലയിൽ കിടക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ തരത്തിനായിട്ട് എന്ത് ചെയ്യാം പോവാ. അങ്ങനെയൊക്കെ ആയിരുന്നു ബൈബിൾ കോളേജിലെ പഠനവും കാര്യങ്ങളും. പഠനം അവിടുത്തെ പൂർത്തീകരിച്ചു. തിരിച്ചു വീണ്ടും സിയോൺ ഗോസ്പൽ ടീം തന്നെ വന്നു വർക്ക് തുടങ്ങി. പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ ഇനി സഭാചാരനായിട്ട് ഇരിക്കണിയിൽ പെണ്ണ് കെട്ടിയതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം സാധാരണ ഇരിക്കാൻ പറ്റും. ശരി, ഞാൻ പറഞ്ഞപ്പോ അതിനു മുമ്പ് കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ലേ ഞാൻ അവിടെ പോയി പ്രവർത്തിച്ച് സഭാ ശുശ്രൂഷയൊക്കെ നടത്തി. അതിനൊരു കാര്യമില്ല, ഇനി അത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യും, നമുക്കിപ്പോ ഇത് കല്യാണകാര്യം അന്വേഷിക്കാനൊന്നും ആളുകൾ അവരൊക്കെ ഈ രീതിയിലാണ് കിടക്കും. നമ്മളെങ്ങനെയായിരിക്കും, നീ അതൊന്നും ഭയപ്പെടണം, വിവാഹം കഴിക്കാൻ നീ ഒരു താല്പര്യം കാണിച്ചാൽ മതി. അതാണ് ഞങ്ങളത് ആലോചിക്കാൻ നോക്കും. അങ്ങനെ അവർ തന്നെ വിവാഹം ആലോചിച്ചു. ഇവിടെ കുഞ്ചത്തണ്ണിക്ക് അടുത്ത് 20 ഏക്കറിനോട് ഒരു ചർച്ചുണ്ട്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് BFM സാറിന്റെ. ആ സഭയിൽ കൂടുന്ന ഒരു പെൺകുട്ടിയെ ഇവർ ആലോചിച്ചു. അങ്ങനെ അവർ ആലോചിച്ച് പറഞ്ഞു, ഇവര് അപ്പനും അമ്മയെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവന് അപ്പനും അമ്മയൊന്നുമില്ല, ഞങ്ങളോടൊപ്പം വെയിറ്റിലാണ് താമസിക്കുന്നത്. സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ജ്യേഷ്ഠന്മാരുടെ കൈവശമാണ്. അതുകൊണ്ട് ഇവന്റെ വിവാഹം നിങ്ങൾക്ക് ദൈവികമെങ്കിൽ നിങ്ങൾ അത് നടത്തി തന്നാൽ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് അവരത് ആലോചിച്ചു. അപ്പൊ അവര് ആദ്യമൊക്കെ ഒരു വിസമ്മതം പറഞ്ഞെങ്കിലും പിന്നീട് അവർ പറഞ്ഞു ദൈവികമാണ്, അവർ വിശ്വാസികളല്ലേ, ദൈവികമാണ് നടക്കട്ടെ, ഒന്നുമല്ലെങ്കിലും ഒരു ശുശ്രൂഷകനല്ലേ. അപ്പൊ ആ നില അവരുടെ മൂത്ത മകളെ പറയും, നിങ്ങളുടെ മൂത്ത മകളെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കാം.
അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കൊടുക്കാമെന്നൊക്കെ അവർ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനമൊക്കെ ഉറപ്പിച്ചു. അതിനകത്ത് വേറൊരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു, രസകരമായ കാര്യം. വിവാഹം എല്ലാം ഉറപ്പിച്ച് അന്ന് ഉറപ്പ് പെണ്ണിന്റെ വീട്ടിൽ വെച്ച ചടങ്ങ് നടക്കുന്നു. പെണ്ണിന്റെ വീട്ടില് ഉറപ്പിന്റെ അന്ന് ഞങ്ങളെല്ലാവരും ഇവിടുന്ന് വിരുന്ന് 10-20-30 പേരങ്ങാണ്ട് ഇവിടുന്ന് വെച്ച് വിരുന്നുമായിട്ട് പോയി. അവിടെ ചെന്ന് പെണ്ണിന്റെ വീടിന്റെ മുറ്റത്താ പന്തലൊക്കെ ഇട്ടിരിക്കുന്നത്. അവിടെ ചെന്ന് ശുശ്രൂഷിക്ക് മുമ്പായിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ചെറുക്കനെ കാണണം, പെണ്ണിനെ കാണണം എന്നൊക്കെ ഒരു പറച്ചിലുണ്ട് പന്തലിൽ ചെന്ന് കഴിയും. അപ്പം പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞു. പെണ്ണിനെ കണ്ടു. അത് കഴിഞ്ഞ് അവർ ചെറുക്കനെ കാണണമെന്ന് പറഞ്ഞു. ചെറുക്കനായി ഞാൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ അപ്പന്റെ ചേട്ടൻ പുള്ളിക്കാരോടെ ഉണ്ടാകും. പുള്ളിക്കാരൻ ഉടനെ ഉണ്ടായെന്നറിയാമോ, എന്നെ കണ്ടു കഴിഞ്ഞപ്പോ പുള്ളി പെട്ടെന്ന് പെണ്ണിന്റെ അപ്പനെ അമ്മേനെ കൂടെ മാറ്റി വെക്കുന്നു. നിങ്ങൾ ഇവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാനാണ് ആ പെണ്ണിനെ കുഞ്ചിത്തന്നെ ആറ്റിക്കൊണ്ട് ഒഴുക്കുന്നത് നല്ലത്, ഇവൻ ആള് ശരിയല്ലെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, കല്യാണം ഇവിടെ ഉറപ്പിക്കാൻ വന്നിരിക്കുന്ന സമയമാണ്. ഈ പുള്ളിക്കാരൻ നിങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കുകയല്ല, ഞാൻ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞു. പുള്ളി ഇത്രയും പറഞ്ഞാൽ പുള്ളി അവിടെ കൂടിയില്ല. പുള്ളി പോയി, കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് കല്യാണ പന്തലിൽ തന്നെ ഒരു ചെറിയൊരു പെട്ടെന്നൊരു കുശുകുശുപ്പും ഒരു ചെറിയൊരു ഇതും വന്നു. അതിപ്പോ ഇവരെല്ലാം വീട്ടിൽ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഏതായാലും ഇത്ര ആളെ നമ്മൾ വിളിച്ചു വരുത്തി, ദൈവമക്കളുടെ ദൈവദാസന്മാരല്ലേ, നമ്മളത് മോശമാകാൻ പാടില്ല, ദൈവീതമാണെങ്കിൽ അതൊന്നും നടക്കട്ടെ. ഏതായാലും പുള്ളി ഒരു പാസ്റ്ററായിട്ട് ഒരു ദൈവവചനമായിട്ട് വന്നേക്കല്ലേ, പുള്ളി അത് പറഞ്ഞെങ്കിൽ പഴയ സംഭവങ്ങൾ വെച്ചായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നമുക്കത് നോക്കേണ്ട കാര്യമില്ല, കഴിഞ്ഞ കാലഘട്ടമല്ലേ, പിന്നെ നമുക്ക് കല്യാണത്തിന് ആൺവീട്ടുകാരോട് നമുക്ക് വാക്ക് കൊടുക്കാം എന്നവർ പറഞ്ഞ് കല്യാണത്തിന് സമ്മതം. ഇവര് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ചിറ്റപ്പനും ഞാനുമായിട്ട് ഞങ്ങളൊരു കൂട്ടുകാരായിട്ട് നടന്ന ഇത് ഇദ്ദേഹത്തിന്റെ അനിയന്റെ മാളാണെന്ന് എനിക്കറിയത്തില്ല, ഇതേപോലെ ഉള്ളവരും നമുക്കറിയത്തില്ല. അപ്പൊ എന്നാന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഞാനിങ്ങനെ ചെറിയൊരു രാഷ്ട്രീയ കളിയൊക്കെ നേരത്തെ ഉണ്ടാകും. അപ്പൊ ഈ രാഷ്ട്രീയമനുസരിച്ച് ഈ എസ്റ്റേറ്റുകളില് ഈ തമിഴ് മുതലാളിമാരും ഇവിടുത്തെ കേരള ജോലിക്കാരുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ CPM ആളാണ് ഈ പറഞ്ഞ ചിറ്റപ്പൻ, ഈ ആള്. ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹം ഞാനും കൂടി അവിടെ പോയി പ്രശ്നം തീർക്കും, ഭയങ്കര അടിയും ബഹളവും എല്ലാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുമിച്ച്. അപ്പൊ അങ്ങനെ അടിയും ബഹളവും ചുപ്പാടും കുടിയായിട്ട് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു റാക്കറ്റിന്. അപ്പൊ അത് വെച്ചാ അദ്ദേഹം പറഞ്ഞത് ഇവര് പെണ്ണുകൊടുക്കാൻ ഭേദം ഒഴുക്കി വിടുന്ന നല്ലത്, ആ അനുഭവം വെച്ചാ പുള്ളി പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ നിലയിലേക്ക് വന്നവരും പുള്ളി അങ്ങനെയാണ് പുള്ളി പറയുക. 6 വർഷം കഴിഞ്ഞ ശേഷം വീണ്ടും ഞാനും പുള്ളിയായിട്ട് കണ്ടുകൊടുക്കും, നീ ഇത്ര ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പറയുന്ന ഒരവസ്ഥ പുള്ളി എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഇതിലപ്പോ അവർ വിവാഹത്തിന് ഒരുക്കി അങ്ങനെ വിവാഹം എന്ത് ചെയ്തു, അവർ നടത്തി തന്നു. എൻ്റെ ജ്യേഷ്ഠന്മാരോടെല്ലാം ഞാൻ ചെന്ന് പറഞ്ഞു വിവാഹം ഇങ്ങനെ നടത്താൻ. ചിലർ പങ്കെടുത്തു, ചിലർ പങ്കെടുത്തില്ല. പെയ്ത്തോമ്പിൽ തന്നെ വെച്ചാണ് കല്യാണത്തെ. എൻ്റെ വീട് കിടപ്പുണ്ട്, അവിടെ ഒന്നും വെച്ച് നടത്തിയില്ല. ഞാൻ താമസിക്കുന്ന പെയ്ത്തോമ്പിന്റെ മുറ്റത്ത് തന്നെ പന്തലേറ്റ് അവിടെ വെച്ച് വിവാഹം നടത്തി. വിവാഹം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയി 4-ാം വിരുന്ന് എന്ന് പറഞ്ഞാൽ 4-ാം വിരുന്ന് ഞാൻ പൂപ്പാറ എന്ന സ്ഥലത്ത് മെഷീൻ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഈ വേറെ വീടില്ല, അവിടെ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്ടിലേക്കാണ് ഞാൻ 4-ാം വിരുന്ന്. ഇപ്പോൾ പൂപ്പാറ എന്ന സ്ഥലത്ത് ഞാൻ അവിടെ പ്രവർത്തിക്കുക. ശരിയാണെന്നുള്ള പ്രവർത്തനം മറ്റൊരാൾക്ക് കൈമാറിയിട്ട് പൂപ്പാറ എന്ന സ്ഥലത്ത് ഞാൻ വർക്കാറുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ് നേരെ പോകുന്നത് പെയ്ത്തോമ്പടിക്കാൻ 4-ാം വിരുന്ന് പോകുന്നു. വേറെ സ്വന്തമായ വീടില്ലല്ലോ എനിക്ക്. അപ്പൊ ആ നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇവര് എൻ്റെ അപ്പൻ എനിക്ക് തറവാട് സ്വത്ത് തന്ന ആ തറവാട് സ്വത്ത് 7 ഇവർ ഭാഗിക്കാൻ തയ്യാറായി. അപ്പന്റെ കയ്യിലെടുക്കുന്ന വസ്തു എല്ലാ മക്കൾക്കും തുല്യ അവകാശം. എൻ്റെ പേരിൽ വിൽപ്പത്രം അപ്പൻ എഴുതിയെന്ന് പറഞ്ഞാൽ അന്ന് രജിസ്റ്റർ ചെയ്യാനൊന്നും അവിടെ നടന്നില്ല, എഴുതി വെച്ച് മാത്രം, രജിസ്റ്റർ ചെയ്തിട്ടില്ല വിൽപ്പത്രം. ഇവര് കള്ളുമഴിച്ചു കൊടുത്ത് കോടതി വക്കീലന്മാരായിട്ട് മുട്ടിപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന വിഷയത്തിലാണ് വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് സ്വത്തിന് എല്ലാ മക്കൾക്കും തുല്യ അവകാശം. എൻ്റെ വീതം സ്ഥലം ഇവർ 7 ഭാഗിച്ചിട്ട് ഒരു ഭാഗം എനിക്ക് മൊത്തം വിറ്റു. മൊത്തം അങ്ങ് വിറ്റേച്ച് അതിൻ്റെ തോന്നാം. ഇവർക്ക് ആവശ്യത്തിന് കൊടുത്തിട്ട് മുഴുവൻ വിറ്റ് നശിപ്പിച്ച് പിടിച്ച് താറുമാറാക്കിയിട്ട്
കുടുംബം കുളം തോണ്ടിയിട്ടാണ് ഇവർ ആ നിലയിലാക്കി. അല്ലെങ്കിൽ ഇവരെല്ലാം ഒന്ന് ഞാൻ എൻ്റെ സെൻട്രലിൽ പോയിട്ട് ഞാൻ മടങ്ങി വേണ്ട സമയം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതിനൊന്നും ഞാൻ പോയില്ല. കാരണം ദൈവം എന്നെ തൊട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയി. എൻ്റെ ആത്മീയപിതാക്കം പറഞ്ഞു അതൊന്നും ചെയ്യണ്ട, അതെല്ലാം മറന്നേരെ. ദൈവം നമുക്ക് നീ നൽകിയിട്ടുണ്ട്, അത് ദൈവം നമ്മുടെ കയ്യിൽ തരും. അത് മാത്രം നമ്മൾ, അതാണ് നമുക്ക് അർഹത. മറ്റൊന്നും നോക്കണ്ട. നമുക്ക് ആരെയും കൊല്ലാൻ അനുവാദമില്ല. അത് ആ ഭാഗം മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം മറന്ന് നമുക്ക് പോയിട്ട് ഒരു 7,000 ബാധിച്ചിട്ട് ഒരു ഭാഗം എനിക്ക് തന്നു. ആ പൈസ കൊണ്ട് ഞാൻ 50 സെന്റ് ഭൂമി ഞാൻ വാങ്ങിച്ചു. അവിടെ വീടില്ല. അപ്പൊ ഞാൻ വിവാഹം കഴിക്കുമ്പോഴേ 50 സെന്റ് ഭൂമി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടില്ലാതെ ഞാൻ അവിടെ താമസിച്ചു. അങ്ങനെ ഞാൻ ഭൂപ്പാറയെ വേല ചെയ്ത് അല്പാൽപ്പം മുന്നോട്ട് വന്നു. നല്ലൊരു പ്രവർത്തനമായിരുന്നു. നല്ല കൺവെൻഷനൊക്കെ അവിടെ നടത്തി. ബാബുശാലയാണ് നല്ല നിലയിൽ അവിടുത്തെ പ്രവർത്തനം മുന്നോട്ട് പോയി. അങ്ങനെ അന്ന് വരെ ഞാൻ സ്വതന്ത്രമായിട്ട് അന്ന് നിന്നു. 96 ഞാൻ IPCയുടെ ശുശ്രൂഷനായിട്ട് എന്ത് ചെയ്തു, ഈ ഇൻഡിപെൻഡന്റ് പയ്യെ IPCയുടെ പ്രവർത്തനത്തേക്ക് മാറി. ഞാൻ കൊട്ടാരക്കര നെടുവത്ത് നീലേശ്വരം സ്ഥാനാധികാരി. അപ്പൊ നീലേശ്വരം എന്ന സ്ഥലത്ത്, നെടുവത്തൊരു സ്ഥലത്ത് ഞാൻ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. IPC ഞാൻ ആദ്യമായിട്ട് IPC നമ്മുടെ VY തോമസ് എന്ന് പറയും മരിച്ചു 2 വർഷമായിട്ട് മരിച്ചത്. അദ്ദേഹത്തിന്റെ സെന്ററിൽ അവിടെ കുണ്ട്ര സെന്റർ എന്നാണ് പറയുന്നത് ഏരിയ. അങ്ങനെ കുണ്ട്ര സെന്ററിൽ പ്രവർത്തനം IPCയുടെ ആരംഭിച്ചു. അങ്ങനെ അവരാണ് ഞാൻ IPC ശുശ്രൂഷനായിട്ട് വരുന്നത്. കൂടുതലാണെന്നല്ല, ഒന്നാമത്തെ അവിടെ കാലവർഷം പിടിക്കത്തില്ല, 2 അവിടെ സഭ പൊളിറ്റിക്കലാണ്. അപ്പൊ അതിലേക്ക് ഞാൻ അതിന് ഈ ഒരു ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തിരിച്ച് വീണ്ടും അവിടുത്തെ പ്രവർത്തനം നടത്തിയിട്ട് വീണ്ടും ഞാൻ രാജ്യമായി പ്രവേശിക്കണം. ഇടുക്കി സെന്റർ, IPC ഇടുക്കി സെന്റർ കയറി. എൻ്റെ ഈ സ്ഥലത്ത് ഒരു ചെറിയ വീട് വെച്ചു. ലോൺ എടുത്ത് ചെറിയൊരു വീട് വെച്ചിട്ട് ആ വീട്ടിൽ 21 ദിവസം പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു രാജ്യമായി. അങ്ങനെ എൻ്റെ വീട്ടിലാണ് 7 വർഷക്കാലം ആരാണ്. ആ പ്രവർത്തനമൊക്കെ ഞാൻ സെൻട്രലിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ മറ്റു സ്ഥലങ്ങളിലും ഒഴുവത്തോടം, ആനവരട്ടി, മുരിക്കാശ്ശേരി, ശ്രീകണ്ഠം, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് സഭാജാഥകളിലായിട്ട് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ദൈവം ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ശുശ്രൂഷ കഴിക്കുന്ന അങ്ങനെ പോകുന്ന ശുശ്രൂഷ ചെയ്തു. 96 എനിക്ക് മോള് ജനിക്കുന്നത്. 2000 മോൻ ജനിക്കുന്നു. അപ്പോൾ ഞാൻ ആനവരട്ടി IPC ലാണ്. അതിനുശേഷം മുരിക്കാശ്ശേരിയിലോട്ട് മാറി. മുരിക്കാശ്ശേരിയിൽ വീണ്ടും ഞാൻ തിരിച്ച് രാജകുമാരിയിലോട്ട്. രാജകുമാരിയിൽ വന്നിട്ട് പിന്നെ BL റാം എന്ന സ്ഥലത്ത് ഞാൻ പൂപ്പാറ ചെയ്തു. വീണ്ടും IPCയിലാണ്. പണ്ട് ഞാൻ പൂപ്പാറ ഉണ്ടാകുന്നപ്പോൾ അന്ന് ഇൻഡിപെൻഡന്റ് ആണ് പൂപ്പാറ വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പൊ ഞാൻ രാജകുമാരിയിൽ എന്ത് ചെയ്തു വർക്ക് ചെയ്തു. വീണ്ടും രാജകുമാരി, സ്വന്തം ദേശമായ രാജകുമാരി തന്നെ. ഇപ്പം ഫെയ്തോമിൽ തന്നെ ഞാൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന ഹാളിൽ തന്നെ ഇപ്പൊ ഇരിക്കുന്നു. ഇവിടെ ആൾക്കാരുണ്ട് പറഞ്ഞത് അന്ന് ആ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഞാൻ ഓർത്തു പോയാണ്. ഫെയ്തോമിൽ കിടക്കുമ്പോൾ രാത്രി 11 മണിയൊക്കെ ആകുമ്പോഴാണ് വിശേഷ വേലയും കഴിഞ്ഞ് ബൈബിൾ ക്ലാസ് നടത്തി ഒന്നും കഴിക്കാൻ നോക്കിയില്ലാതെ അന്ന് കിടക്കുന്നു. ഒരു മാങ്ങ പറിക്കാനോ ഒരു വിശന്ന് വഴിയോ വരുന്ന ഒരു കപ്പ വാങ്ങാനോ ആശ്രമം വയ്ക്കുന്നില്ല. വെള്ളം തോട്ടിൽ ഒരു കെട്ടി പോയി ആയിട്ട് ഒരു സാധനം പറിക്കാനും തിന്നാൻ പറഞ്ഞു. എത്ര ഗോതമ്പ് വറുത്ത് കടിഞ്ഞായും കുടിച്ചു എത്ര ദിവസം അങ്ങനെ ജീവിക്കും. അദ്ദേഹം ഗോതമ്പ് പോയിച്ച് വരുമ്പോൾ ഒരു 10-50 കിലോ റേഷനറി ഒന്ന് വാങ്ങിച്ചു പോയി. അത് തീരുന്ന വരെ എവിടേക്ക്, അത് കഴിയുമ്പോൾ അദ്ദേഹം പോയി. അതും കഴിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. ഞങ്ങൾ 22 സഹോദരങ്ങളൊന്നും സൂക്ഷിച്ച പോലെ ഇരിക്കുന്നു. 22 പേര് സ്വന്തക്കാരോട് എടുക്കുന്നുണ്ട്, അല്ലാതെ കഴിക്കും. അങ്ങനെ 22 പേരും ഈ ഫെയ്ത്തോമിൽ തന്നെ താമസിച്ചുകൊണ്ട് രാവിലെ 8 മണിക്ക് കുളിച്ചൊരുങ്ങി 9 മണി വരെ പ്രാർത്ഥിച്ച് 9:30 വേലയ്ക്ക് ഇറങ്ങും. പോകുമ്പോൾ ഈ റേഷനറി ചോറ് വെച്ച് എന്തെങ്കിലും ചമ്മന്തിയും വെച്ച് പൊതുവെ കെട്ടി തോൾസഞ്ചിയിൽ കുറച്ച് പാക്കറ്റ് പുസ്തകവും ലേഖനമായിട്ട് പിന്നെ വരുന്ന ഒരു സമയത്താണ് ഒരിക്കലും എങ്ങും ഒന്നും അവർക്ക് കിട്ടിയില്ല. ഒന്നും കിട്ടാതെ വിഷമം വാടി വന്ന് ഞാൻ ഓർക്കുകയാണ്. പെൺകുട്ടികളും ഉണ്ട്, വാടി നോക്കുക, എല്ലാം വന്ന് വേഷം എന്നിട്ട് കിടന്നാലും ഉറക്കം വരില്ല, എല്ലാം തിരിഞ്ഞും മറിഞ്ഞു കിടക്കുക. 12:30 ആയപ്പോഴാണ്ട ഒരു മാങ്ങത്തൊട്ടിയ സ്ഥലത്ത് ബൈപ്പാസ് കഴിഞ്ഞിട്ട് ഒരു 12 വേഷം എന്നിട്ട് കിടന്ന് എല്ലാം കിടന്ന് മൂന്നും ചെല്ലും. ഞാൻ പകല് കണ്ടോ ചേമ്പന്തട പകല് കിടന്ന് കണ്ടു വെച്ചത് രാത്രി ലൈറ്റ് കൊണ്ട് പോയി പെറുക്കി എടുത്തു ചേരണ്ടി
ഉപ്പിട്ട് വേവിച്ചു കൊടുക്കും. അത് കൊടുക്കായിരുന്നു, നന്നായിരുന്നു. കൊടുത്തോണ്ട് ഈ വാടിക്കിടന്നല്ല, മുഴുവൻ ചൊറിഞ്ഞ് മാമഴം തുറന്ന് വിഷമം കൂടി കഴിച്ചതല്ല. വിളിച്ച് രാത്രി 1:30 വിളിച്ച് എഴുന്നേപ്പിച്ച് എല്ലാത്തിനും കൊടുത്താൽ ഞാൻ ചൊറിയുന്ന സാധനം അവകാരം കഴിച്ചു കുടിച്ചത് മുഴുവൻ ചൊറിഞ്ഞ വിധത്തിൽ ഞാൻ ഓർത്തത്. അത്രമാത്രം കഷ്ടതയും പ്രയാസത്തിൽക്കൂടി അന്ന് വേല ചെയ്തു. അന്ന് ഇതിൽ വഴികളില്ല, നല്ല റോഡുകളില്ല, വാഹനങ്ങളില്ല. ഇന്നെല്ലാം സൗകര്യങ്ങളായി, വാഹനങ്ങളായി, എത്രയോ സൗകര്യങ്ങളായി. പക്ഷെ താൻ വേല നന്നായിട്ട് ചെയ്യാനുള്ള ആളുകൾ ഒക്കെ ചുരുക്കുക. അന്ന് വേല ചെയ്യുന്ന ആ വേലയും ആ അന്നത്തെ ധൈര്യവും അന്നത്തെ കാഴ്ചപ്പാടും അന്ന് അനുഭവിച്ചുകൊണ്ടുള്ള അനുഭവം വാസ്തവം ഞങ്ങൾ നിലനിൽക്കുന്നു. പിന്നെ ദൈവം നമുക്കൊരു ശുശ്രൂഷ ദൈവം മനസ്സിൽ തന്നു. ആ ശുശ്രൂഷയെ നമ്മൾ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ സ്ഥലങ്ങളിൽ ഒത്തിരി പോരാട്ടങ്ങൾ സഹിക്കുന്നത്. അന്ന് ഇവിടെ മാർക്സിസ്റ്റുമാർക്കാണ് ഇവിടെ ഈ മേഖലയിൽ ശക്തമാക്കുന്നത്. സുവിശേഷത്തോട് അത് ഭയങ്കര എതിരാണ്. രാജകുമാരി ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ എന്നെ എൻ്റെ ആത്മീയ പിതാവിനെ 2 റൗണ്ട് കാലെ പിടിച്ച് വലിച്ചു വരും. 2 റൗണ്ട് കാലെ പിടിച്ച് വലിച്ചു. ഈ മേലിലൂടെ ശബ്ദിച്ചു പോകരുത്. കാരണം സുവിശേഷം കയറിയിരുന്നിടത്ത് മാർക്സിസ്റ്റിന് വളരെ ഇടിവാണ്. കാരണം തൊഴിലാളികൾ മൊത്തം, പാവത്തൻ മൊത്തം ഇവരുടെ കസ്റ്റഡിയിലാണ്. സുവിശേഷം കേട്ടപ്പോൾ പിന്നെ ഇവരാരും കൊടി പിടിക്കാനോ സുവിശേഷത്തും കേട്ടവരാരും ഇവരുടെ ഒപ്പം ഇറങ്ങിത്തിരിക്കില്ല. അവരെല്ലാം പിന്തിരിഞ്ഞു. ഞങ്ങളെല്ലാം അതിലുണ്ടായിരുന്നവരൊക്കെയാണ്. എല്ലാം പിന്തിരിഞ്ഞപ്പോൾ അവർക്ക് നമ്മോട് ദേഷ്യമായി. അവർ 2 ഹോളിന് തീ വെച്ചു. രാജകുമാരിയിൽ ആദ്യം എന്ന് പറയുമ്പോൾ കോതയം കൊണ്ട് മേഞ്ഞാണ് വീട്, ഈ പെയ്ത്തോ പ്രാർത്ഥനാലയം. 2 ഹോൾ, മാങ്ങാത്തൊട്ടിൽ ഹോളിനും രാജകുമാരി ഹോളിനും മാർക്സിസ്റ്റ് തീ വെച്ചു, കത്തിച്ചു കളഞ്ഞു. ആ ഒരു ഞായറാഴ്ച കത്തിച്ച് തീ പോകുന്നതിനകത്ത് ഞങ്ങൾ എന്ത് ചെയ്തു? നിന്നോണ്ട്, ആ ചാമ്പിൽ നിന്നോണ്ട് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും അവിടെ എല്ലാം ഇപ്പൊ ഒന്ന് ചർച്ചയായി. എത്രമാത്രം ഉദരങ്ങൾ, എത്ര പ്രാവശ്യം ഞങ്ങൾ മർദ്ദനമേറ്റിട്ടുണ്ട് വിശേഷങ്ങളിലേക്ക്. അപ്പൊ അന്നത്തെ സാഹചര്യം അതാ. അന്ന് സുവിശേഷം ഈ മേഖലയിൽ അന്ന് സുവിശേഷം ഇവിടെ മൊത്തം ഒരു സുവിശേഷ പ്രവർത്തനം പറയുന്നത് TPM-ന്റെ ഒരു വർക്ക് പൂപ്പാറയുണ്ട്, സ്നേഹം. പിന്നെ ഒരു ഗ്ലോബൽ മിഷൻ്റെ വർക്ക് പറയും. വേറെ എങ്ങും IPC-നും ഇല്ല, ചർച്ചക്കോടും ഇല്ല, ഷാരോനും ഇല്ല, AG ഇല്ല, വർക്കില്ല. ഇന്ന് മുട്ടുമുട്ട സഭയായിപ്പോ. അന്ന് ഇതൊന്നും ഇല്ലാത്ത കാലം. ഇന്ന് എവിടെ തിരിഞ്ഞാലും സഭ, പാസ്റ്റർമാർ ഇഷ്ടം പോലെ. വേലക്കാരെ ചുരുക്കം എന്ന് പറയുമ്പോൾ വേലക്കാരുണ്ട്, വേല നടക്കുന്നില്ലെന്ന് നോക്കും. ആ രീതിയിൽ ഇഷ്ടംപോലെ ആയി. അന്ന് സുവിശേഷത്തിലൂടെ എല്ലാം നമ്മളിവിടെ അല്ലേലിയോ പറയുകയും പരിശോധന പ്രസംഗിക്കുമ്പോൾ ആളുകളെല്ലാം കൂടിക്കളിയാക്കുന്നത്. കാത്തലിക്ക് ഇവിടെ ഭയങ്കര ശക്തമാണ്. കത്തോലിക്ക സഭയാണ് ഏറ്റവും വലിയ. കത്തോലിക്ക സഭയിലൊന്നും അന്ന് അല്ലേലിയോ പറയത്തില്ല ആ കാലഘട്ടത്തിൽ. ഞങ്ങൾ അല്ലേലിയോ പറയുമ്പോൾ അവര് നമ്മൾ പൂവും കളിയാക്കുകയും ചെയ്യും. ഞങ്ങൾ ഈ സൈക്കിളില് മൈക്ക് വെച്ച് കെട്ടി, കോളാമ്പി വെച്ച് കെട്ടിയിട്ട് ബാറ്ററിയും വെച്ച് കെട്ടി വഴിക്കൂടെ തള്ളി ഇങ്ങനെ വാക്യം പറഞ്ഞോണ്ട്. അപ്പൊ അവിടെ ഇവിടെ എല്ലാം മലയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പൂവൂരെ. ഞങ്ങളെല്ലാം അല്ലേലിയക്കാരായിട്ട് ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യാ, ചിത്രീകരിച്ച് കളിയാക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായത്. അപ്പൊ അന്നത് പ്രയാസം ഏറ്റെടുത്ത് ഇന്നത് പ്രയാസം നോക്കില്ല. പക്ഷെ 1988 കാലഘട്ടം 89 കാലമായപ്പോൾ കാരിസ്മാറ്റിക് ഒരു പരിപാടി ഇപ്പോഴത്തെ കത്തോലിക്ക പള്ളിയിലേക്ക് വന്നു. അപ്പൊ കാരിസ്മാറ്റിക്കാരെ കുറിച്ച് അല്ലേലിയ പറയാൻ തുടങ്ങി. അങ്ങനെ അല്ലേലിയ പറയുമ്പോഴാണ് അവർക്ക് ചെറിയൊരു ഒതുക്കം വന്നത്. മറ്റു അല്ലേലിയ എന്ന് പറഞ്ഞത് ബെന്തിക്കോസുകാരുടെ എന്തോ ഒരു ഭാഷയാന്നുള്ള അന്വേഷണം അതിൽ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ അന്ന് ഈ കത്തോലിക്ക പള്ളിയിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ബൈബിൾ അന്ന് വായിക്കത്തില്ലല്ലോ പള്ളിയിലെ വിശ്വാസികൾ. അച്ഛന്മാര് വായിച്ചിട്ട് മടക്കി വെച്ച് മുത്തി വെക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ ഇന്ന് അതിനെല്ലാം ഒരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നപ്പോഴത്തേക്കും വിശ്വാസികളായിരിക്കുന്ന പലരുടെയും വിശ്വാസങ്ങൾ കുറഞ്ഞു. അവരുടെ ജീവിതവും വളരെ മോശമായി പോകുന്നു. ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. എന്നിരുന്നാലും ആ നിലകളിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഇന്ന് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലക്ഷ്യമില്ല എന്ന് പൗലോസ് പറയുന്നത്. സുവിശേഷം എങ്ങനെയായിരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കുന്ന ഗൈഡൻസ് ദൈവമാണ് തന്നതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നു. പലരും ഇറങ്ങിയവരാരും പടക്കളത്തിലില്ല, പലരും പിന്തിരിഞ്ഞു പോയി. സുവിശേഷം 2 വിധത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് രക്ഷിക്കപ്പെടാൻ ഉപയോഗിക്കുന്നു, പലരും രക്ഷപ്പെടാൻ വേണ്ടി സ്വീകരിക്കുന്ന ചില മാർഗമായിട്ടുണ്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ദൈവം നമ്മളെയൊക്കെ സുവിശേഷം അനേകരെ രക്ഷയിലേക്ക് നടത്താൻ വേണ്ടി ഇന്നും ഉപയോഗിച്ചിരിക്കുന്നു. അതിനോട് ദൈവത്തെ ശ്രദ്ധിക്കുക. ഈ ആരോമ TV ചാനല് അതിനു വേണ്ടി ഉപയോഗിക്കുന്നല്ലോ. അനേകരെ രക്ഷയിലേക്ക്
നേടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള സന്തോഷമുണ്ട് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നെങ്കിൽ. അന്നുള്ള ആ പ്രയാസഘട്ടങ്ങളിൽ ഞെരുക്കത്തോട് താമസിക്കുന്ന ഒരു കാലഘട്ടം, വളരെ ഞെരുക്കത്തോട് കഴിയുന്ന ഒരു കുടുംബമായിരുന്നു നമ്മുടെ ജോബ് വാഷനെ. ജോബ് വാഷ് എന്ന് എറണാകുളം ജില്ലയിലെ ഈ കിഴക്കേ അറ്റം നേരിയമ്പൽ തലക്കോടും സ്ഥലത്ത് അദ്ദേഹം ശുശ്രൂഷിക്കുന്നു. 3 പെൺമക്കളും ഒരു ആൺകുഞ്ഞുമായിട്ട് കുഞ്ഞുമക്കളാണ്. അവരങ്ങ് ശുശ്രൂഷിക്കുമ്പോൾ ഞാനന്ന് അവരുമായിട്ട് പരിചയപ്പെട്ട് പലപ്പോഴും ഒരു കൂട്ടായ്മ പോകുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ കഷ്ടതയിൽ കാണുന്ന ഇലയെല്ലാം പറിച്ച് അരിഞ്ഞ് തോരൻ വയ്ക്കുമായിരുന്നു. കാണുന്ന അതെല്ലാം പറിച്ച് അച്ചാറിടുമായിരുന്നു. കാരണം വേറെ ഒന്നും കഴിക്കാൻ നിവൃത്തിയില്ല. കാര്യം നമ്മുടെ KN ജോസഫ് സാറിന്റെ സെന്ററിലൊക്കെയാണ് അദ്ദേഹം ശുശ്രൂഷിക്കുന്നത്. പക്ഷെ ഇവര് വളരെ കഷ്ടതയും പ്രയാസത്തിലായി. കുഞ്ഞുങ്ങളെല്ലാം വളർത്തി അവരെടുത്ത് എല്ലാവരും ശുശ്രൂഷ മേഖലയിലേക്ക് അവരെത്തപ്പെട്ടു. അങ്ങനെയാണ് യോഗാസ് എന്നെ പരിചയപ്പെടുത്തിയ ഈ ചാനലുമായിട്ട് സാറുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാൻ ഒരു വഴിയൊരുക്കി തന്നത് യോഗാസാണ്. അപ്പം ആ യോഗാസാണ് ഭാഷ ഇങ്ങനെ ഒരു സാക്ഷ്യം ആ ചാനലിൽ കൂടെ ഞാൻ നമ്പർ കൊടുക്കാം, സാറ് വിളിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ഇടപെട്ട് സംസാരിക്കുന്നുള്ളത്. അങ്ങനെ എനിക്ക് ഈ വഴി തുറന്നതാണ്. അങ്ങനെയാണ് സാറേ ഞാൻ ഈ സുവിശേഷ ഭാഗത്തേക്ക് കടന്നു. ഇന്ന് ആത്മീയമായിട്ട് ഞാൻ വളരെ സന്തോഷമാണ്. ഭൗതികമായിട്ട് എനിക്ക് നേടാൻ കഴിയില്ലെങ്കിലും ആത്മീയമായിട്ട് ഞാൻ വളരെ സന്തോഷം തോന്നുന്നു. ദൈവം അതിന് മുന്നോട്ട് പോവുകയാണ്. കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു. മോളുടെ വിവാഹം കഴിഞ്ഞു. ഒരു പാസ്റ്ററുടെ മകനാണ് വിവാഹം കഴിച്ചത്. കോട്ടയം ഇവിടെ ഏറ്റുമാനൂരിപ്പുറം ബ്ലാക്കാട്ടൂർ സ്ഥലത്താണ് മോളെ വിവാഹം കഴിച്ചത്, പാമ്പാടിക്കടുത്ത്. അപ്പൊ അവരും അവർ പിതാക്കന്മാർ ശുശ്രൂഷയിലാണ്. മോൻ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടറായിട്ട് എന്ത് ചെയ്തു, പാലക്കാട് ചെയ്തു. മോൻ നേവിയുടെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വിളിച്ചിട്ടില്ല, സർട്ടിഫിക്കറ്റ് വരാണ്ട് കാത്തിരിക്കുന്നു. ഇപ്പോൾ അവൻ ചങ്ങനാശ്ശേരിയിലെ ഒരു കമ്പനിയുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, ദൈവം നല്ലൊരു വഴി വെക്കട്ടെ. എൻ്റെ വൈഫ് മോളിൻ, അവരുടെ കുടുംബത്തിൽ അവരുടെ 4 ഒരാൺ കുഞ്ഞിനെ അവര് ദത്തെടുത്ത് വളർത്തുക. 4 പെൺമക്കളെ വിവാഹം കഴിഞ്ഞു. ഈ കൊച്ചിൻ്റെ വിവാഹം കഴിഞ്ഞു. സന്തോഷമായിരിക്കും. എൻ്റെ വൈഫ് ഇവിടെ ആശാവർക്കറാണ്. അപ്പൊ അതൊരു ശുശ്രൂഷ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്ന എനിക്കൊരു ഗുണമാണ്. ആ നിലയിലൊക്കെയാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്തത്. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുന്നത് നമുക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞല്ലോ. ആദ്യത്തിൽ കാണുന്നത് നേരിട്ട് കാണാം. കർത്താവ് സഹായിക്കട്ടെ. സാക്ഷ്യത്തിന് ഞാൻ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ ജോണി മത്തായി. ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസരോടായി നന്ദി അറിയിക്കുന്നു. ബാല്യകാലം മുതൽ ഇങ്ങോട്ട് അഭിമുഖീകരിച്ച കടന്നുപോയ ദുരിത ദുഃഖങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ, സങ്കടകരമായ ഒത്തിരി ആ ജീവിതത്തിലെ തിക്ത അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേദനയുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പട്ടിണിയുടെയും അതുപോലെ ഒരുപാട് നിന്ന പരിഹാസം, പീഡനം ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അതിനൊക്കെ ഒരറുതി എന്ന വണ്ണമാണ് കർത്താവായ യേശുവിനെ അറിയുവാനിടയായി തീർന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ സന്തോഷം, ആ സമാധാനം കർത്താവിലൂടെ അനുഭവിച്ചുകൊണ്ട് ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തുടരുവാൻ കർത്താവ് കൃപ ചെയ്യുന്നല്ലോ. അനേക പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ ദാസൻ്റെയും കുടുംബത്തിൻ്റെയും വാക്കുകൾ, ശുശ്രൂഷകൾ, ജീവിതം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആക്കിയിരിക്കുന്നിടത്ത് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് സൗഖ്യവും ആരോഗ്യവും അവസരങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കളോടുള്ളതായ നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കടന്നു പോകുന്ന വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ മറ്റൊരാൾക്ക് നാം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾവിക്കാർക്ക് ദൈവം അതിൽ നിന്നൊക്കെ നമ്മെ എങ്ങനെ വിടുവിച്ചു എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതത്തിൽ തന്നെ എങ്ങനെ കർത്താവ് വിടുവിച്ചു എന്നുള്ള വസ്തുത പറയുകയുണ്ടായല്ലോ. തീർച്ചയായിട്ടും കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതായ ഒരു കുഞ്ഞാടിനെ എപ്രകാരം വിടുവിച്ച്
കർത്താവിന് പ്രയോജനമുള്ള വ്യക്തിയാക്കി തീർക്കുന്നുവോ, നമ്മെ ഓരോരുത്തരെയും പൈശാചികമായ പല മണ്ഡലങ്ങളിൽ, പാരമ്പര്യമായ പല മണ്ഡലങ്ങളിൽ, പല കുടുംബത്തിലെ പല ഇരുളടഞ്ഞ മണ്ഡലങ്ങളിൽ, തകർച്ചയുടെ മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ ഞെരുങ്ങി നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി വന്ന് കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കരം നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്നത്. പ്രിയ ജോണി മത്തായി പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തതായ വിടുതൽ, ആ അത്ഭുതകരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പരിമിതമായ സമയത്തിനുള്ളിൽ പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാം ഒരുമിച്ച് ആമേൻ ഈ പ്രിയപ്പെട്ട ദൈവദാസനെയും കുടുംബത്തെയും ഓർത്ത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ജോണി മത്തായി പാസ്റ്റർ ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. ദൈവദാസൻ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ആരോമ TV ചാനലിലൂടെ കർത്താവേ അനുഭവത്തെ പങ്കുവയ്ക്കുവാൻ കൃപാലു ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യും. ഈ TV ചാനൽ പ്രോഗ്രാം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ, അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിക്കുന്ന ഈ ലോകത്ത് അതിൽ നിന്ന് പിന്തിരിച്ചിട്ടുണ്ടാകാൻ കർത്താവ് സഹായിക്കണമേ. എത്രയോ യൗവനക്കാർ തകർന്നുകൊണ്ടിരിക്കുന്നു, എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രമാണ് കർത്താവെ. ആരെയും പിടിച്ചു പറയും, പമ്പ് പറയുന്നവരും കൊലപാതകക്കാരും പീഡനവും പെരുകിക്കൊണ്ടിരിക്കുന്നു. മഹാവ്യാധികൾ ലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, അനേക ആത്മാക്കൾ നശിച്ചു കൊണ്ടിരിക്കുന്നു. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചൊരു ഭാരം ആത്മാവിൽ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചാനലിൽ കർത്താവെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവ് ഒരു അനുഗ്രഹമായി തീരുവാൻ, കർത്താവെ അനേക ചെറുപ്പക്കാർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, അനേക തകർന്നുകൊണ്ടിരിക്കുന്ന യൗവനക്കാർ ദൈവത്തെ കാണുവാൻ, സ്വർഗരാജ്യം പ്രാപിപ്പാൻ, കർത്താവെ ദൈവത്തെ കർത്താവിനെ രക്ഷിതാവും കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാതിരിക്കുന്ന വഴി ഈ ചാനലിൽ കൂടി കർത്താവെ കൊടുക്കണമേ എന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ അധികമായി ലോകമെമ്പാടും എത്തപ്പെടുവാൻ, അനേകരെ രൂപാന്തരപ്പെടുത്തുന്ന ചാനലായി മാറുവാൻ, അനേകർക്ക് സൗഖ്യം നൽകുന്ന ചാനലായി മാറുവാൻ, അനേകരെ നിത്യതയിലേക്ക് നടത്തുന്ന ഒരു ചാനലായി മാറുവാൻ സ്വർഗം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സാറിനെ പരിചയമുള്ളയായി തീർന്നല്ലോ താവെ, അവരുടെ സഹധർമ്മി കുഞ്ഞുങ്ങളെ താവിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദാസിദാസന്മാരെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞ് ശുശ്രൂഷിച്ച എല്ലാ ഭക്തദാസിദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണം. അത്ഭുത വഴി നടത്തണം. ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാനിടയായി തീർന്നല്ലോ. പിന്നെയും ക്രിസ്തുവിന്റെ വയലിൽ അഹോരാത്രം അധ്വാനിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തി സഹായിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമെന്ന് നമ്മുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താദാസ് പാസ്റ്റർ ജോണി മത്തായി അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി ഉത്തരത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുക മോഹാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ aroma.tv.co.in വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും
തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.